ഞാൻ വളർന്നതൊരു ഏതാണ്ട് ഒരു 20,000 പുസ്തകങ്ങൾ വീട്ടിൽ എപ്പോഴും ഉള്ളായിരുന്നു. എൻ്റെ അവധിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ വാസ് എംപ്ലോയിഡ് അറ്റ് DC ബുക്സ്. എന്ന് വെച്ചാൽ അന്ന് 90 രൂപ സാലറി ഒക്കെ വന്നു. സാലറി തരും. ഒരിക്കലും ആകാശിന്റെ ചുവട്ടിൽ എനിക്കൊരു 12 വയസ്സുള്ളപ്പോഴാണ് പുള്ളിക്കാരോട് വിൽക്കാൻ നോക്കിയത്. പുതിയ പുസ്തകമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഞാൻ 15 വർഷം മുമ്പ് വായിച്ചാണെന്ന് പറഞ്ഞ് വളരെ എന്നെ ഇത് കൊള്ളാം, പക്ഷെ നല്ല സെയിൽസ്മാൻ ആണെന്നൊരു ടാഗ് തന്ന ആരാന്നറിയാതെ തന്നെ. ആ ഇൻഫ്ലുവൻസേഴ്സിന്റെ പുസ്തകങ്ങൾ കൂടുതൽ വിൽക്കുന്ന ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ വന്നിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. KLF-ൽ മാത്രമുള്ള ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ സെഷൻസ് കഴിഞ്ഞിട്ടുള്ള ചർച്ചയുടെ സജീവതയാണ്. വാഗ്വിചാരത്തിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 60-ാം വർഷത്തിൽ ആരംഭിച്ച ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പേരാണ് DC ബുക്സ്. അതങ്ങ് 1974 കോട്ടയം നഗരിയിൽ. ഇന്നത് മലയാളിയുടെ വായനാ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ആധുനിക മലയാളിയെ സൃഷ്ടിക്കുന്നതിൽ DC ബുക്സ് എന്ന പ്രസാധക സ്ഥാപനം വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാധകരുടെ ചരിത്രമെടുത്താൽ അതുപോലൊരു ചരിത്രം പറയാനുള്ള സാധ്യതയുള്ള ഒരു മലയാള പ്രസിദ്ധീകരണ സ്ഥാപനം. ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടുകൂടി മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമാവുകയും വായനയെയും പുസ്തകത്തെയും ഏറ്റവും ആധുനിക തലത്തിലേക്ക്, ലോകോത്തരമായ നിലയിലേക്ക് വളർത്തുകയും ചെയ്ത ഒരു പ്രസ്ഥാനമായി മാറിയത്. അതിൻ്റെ ഇന്നത്തെ സാരഥി DC രവിയാണ് ഇന്നത്തെ വാഗ്വിചാരത്തിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മലയാളിയുടെ വായനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ എഴുത്തുകാരുമായിട്ടും വായനക്കാരുമായിട്ടും ഇത്രയധികം സംവേദിക്കുന്നതാണ്, എന്താണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയുടെ വായനയുടെയും പുസ്തകത്തിൻ്റെയും ഭാവി എന്നുള്ളതാണ്? മലയാളിയുടെ എഴുത്തിൽ നിന്ന് തുടങ്ങാം. കാരണം ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പല കൃതികളും മലയാളത്തിൽ നിന്നാണ് വരുന്നത്. പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ എത്ര സജീവമാണ് എഴുത്ത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഈ പറയുന്ന കൃതികളെല്ലാം തന്നെ മലയാളത്തിൽ നന്നായിട്ട് വിൽക്കുന്നു എന്നുള്ളതാണ് അത് ഇംഗ്ലീഷിൽ പലപ്പോഴും പരിഭാഷപ്പെടുത്തി ഇറക്കാനുള്ള ഒരു കാരണവും. എന്ന് വെച്ചാൽ മലയാളി നന്നായിട്ട് വായിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരുപക്ഷെ ഒരു കാലം ഉണ്ടായിരുന്നു 2000 കോപ്പി 1000 കോപ്പിയൊക്കെ പലപ്പോഴും ബെസ്റ്റ്സെല്ലർ അടിക്കുമ്പോൾ ആദ്യം അടിക്കാൻ തുടങ്ങിയ 2000 അല്ലെങ്കിൽ 3000 കോപ്പിയാണ്. ഇന്ന് ഏറെക്കുറെ ഒരു ധൈര്യത്തിൽ 5000, 10000, 25,000 കോപ്പി അടിക്കാവുന്ന രീതിയിലോട്ട് പുസ്തകങ്ങളുടെ ഒരു വിപണന സാധ്യത വളർന്നു. ഞാനിപ്പം വിപണനം എന്ന് പറയുമ്പോൾ അതിനൊരു കച്ചവടമായിട്ടല്ല കാണുന്നത്. അത്രയേറെ പേരിലോട്ട് ഈ പുസ്തകം എത്തുന്നു എന്നുള്ളത്. അതിന് ഒരുപക്ഷെ 2 കാരണങ്ങളുണ്ടാകും. ഒരു സമയത്ത് ലൈബ്രറികളിൽ നിന്ന് വായിക്കുമ്പോൾ അത്രയേറെ കോപ്പികൾ പോകാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ മറിച്ച് ഇപ്പോൾ എല്ലാവർക്കും പുസ്തകം അഫോർഡ് ചെയ്യാവുന്നത് കൊണ്ടായിരിക്കാം എന്ന് നോക്കാം. പക്ഷെ അത് മാത്രമല്ല, ആൾക്കാർ വായിക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, ചർച്ചയാവുന്നു, സാഹിത്യോത്സവങ്ങൾ കൂടുന്നു. ഏതാണ്ട് 30-ൽ പരം സാഹിത്യോത്സവങ്ങൾ കേരളത്തിൽ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ഒരു മലയാളി വായിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞാൻ ഈ പറയുന്ന ഈ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നു എന്ന് പറയുന്നത് വായനയെ ഒന്ന് സൂചിക്കാനുള്ള ഒരു സൂചിക മാത്രമായിട്ടാണ് പറഞ്ഞത്. ഇത്രയും വായന നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ BBC-യുടെ ആ ഒരു 2021 പിന്നെ എൻഡ് ഓഫ് 21st സെഞ്ച്വറി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വായനയുടെ ഒരു അന്തകനാകാം എന്ന് പറയുന്നതിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും വായനയ്ക്ക് ഒരു മന്ദത അല്ലെങ്കിൽ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയൊരു സമയമുണ്ട്. പക്ഷേ കോവിഡോടുകൂടി അതിന് ഒരു ചെറിയൊരു ട്രിഗർ വന്നു എന്നുള്ളത് അത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നന്നായിട്ട് വായന കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. കുറച്ചുകൂടി ചെറുപ്പക്കാർ വായിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും മറ്റൊരു പ്രശ്നം ഞാൻ കാണുന്നത് ഈ പലയിടത്തെയും വിദ്യാഭ്യാസ അതിൻ്റെ ഒരു വിദ്യാഭ്യാസ വകുപ്പെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇത് ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് ഇപ്പോഴും. കാരണം ഓവറോൾ ആക്ച്വലി അത് അമേരിക്ക തന്നെ എടുത്താൽ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. കാരണം അത് ഇടതോ വലതോ എന്നുള്ളതല്ല, പക്ഷേ അവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാം ഒരു പക്ഷേ US-ൽ. ഐ മീൻ ഞാൻ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് എജുക്കേഷൻ തകർക്കുക എന്നുള്ളത്. അവർ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇല്ലാതായിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ഫണ്ടിങ് മുഴുവനായിട്ട് കുറച്ചു. 2,
ഈ വായന എന്ന് പറയുന്നത് അമേരിക്കൻ സ്കൂൾസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും സായിപ്പന്മാരുടെ ഒരു പുസ്തകം ചുമന്നുകൊണ്ട് എപ്പോഴും എപ്പോഴും കാണാറ്. എവിടെ കാണാം. അത് വന്നിരിക്കുന്നത് ഒരു കിൻഡർഗാർട്ടൻ അല്ലെങ്കിൽ പിന്നെ കിൻഡർഗാർട്ടൻ തൊട്ട് 12ാം ക്ലാസ് വരെ നിർബന്ധിത വായന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ നിർബന്ധിത വായന എന്ന് പറയുന്നത് പോപ്പുലർ റീഡിംഗ് അല്ല, ഒരു ഗൗരവമായ പ്രിസ്ക്രൈബ് ഗൗരവമായിട്ടുള്ള പുസ്തകമാണ്. ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു മൊത്തം ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അതുകൂടി ഇതിൻ്റെ തകർച്ചയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും 2 ദിവസം മുമ്പ് ബാൺസ് ആൻഡ് നോബിൾ അനൗൺസ് ചെയ്തൊരു കാര്യമുണ്ട്. 60 പുതിയ പുസ്തകശാലകൾ അവർ തുടങ്ങും. ബ്രിക്ക് ആൻഡ് മോർട്ടറിൽ തുറക്കുന്നു US എന്ന് പറയും. കാരണം ബാൺസ് ആൻഡ് നോബിൾ പൂട്ടുന്നതിൻ്റെ വക്കിൽ നിന്നാണ് ഇത് തിരിച്ച് ഇങ്ങോട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഈ പറഞ്ഞതിനെ തീർച്ചയായിട്ടും ഖണ്ഡിക്കുന്ന ഒന്നാണ്. ഈ വാട്ടർ സ്റ്റോൺസ് പോലുള്ള UK സ്റ്റോഴ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് അല്ലെങ്കിൽ ജർമ്മനിയിലുമൊക്കെ വായനയുടെ ഒരു വലിയൊരു പുതിയ മുഖമാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പിന്നെ BBC പറഞ്ഞതുമായിട്ട് മുഴുവനായിട്ട് യോജിക്കാൻ അവിടെ പറ്റില്ല. വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സിന്റെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. സോ കോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുന്ന അത്തരം കണ്ടന്റിന്റെ കൂടെ അവർ പോകുന്നു. അപ്പോൾ റിയൽ റീഡിംഗ് എന്നതുകൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന ഒരു ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വായന കുറയുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അതിനോട് ചെറിയ രീതിയിൽ നമുക്ക് യോജിക്കേണ്ടി വരും. പക്ഷെ അത് കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണോ? എനിക്ക് അറിയില്ല. അതാണ് എനിക്ക് കേരളത്തിലും ഇപ്പോഴും ഗൗരവമായ വായനയുണ്ട്. ഗൗരവമായിട്ടുള്ള വായനയുണ്ട്. മറ്റേ ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ സ്പാൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിതിനെ കാണുന്ന ഒരു ചെറിയൊരു സൈക്കിളിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. ഇത് മാറി മറിഞ്ഞ് വരുന്നൊരു കാര്യമാണ്. കാരണം ഇത് തിരിയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീക്കിലെത്തും ഒരു പക്ഷേ. ബേസിക്കലി മനുഷ്യവംശം മുന്നോട്ട് പോയതിൽ പുസ്തകത്തിലൂടെയാണ് വായന. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ബലമായിട്ടുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും ഇത് തിരിഞ്ഞു വന്നിട്ട് വായന കൂടി വരുന്ന ഒരു സാഹചര്യം വരും. കാരണം എല്ലാ എക്സ്ട്രീമിസിനും തിരിച്ചൊരു കറക്ഷൻ പ്രോസസ്, ആ കറക്ഷൻ പ്രോസസ് വായനയിൽ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇതിനൊരു പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ലേണിംഗ് പ്രോസസ്സ് അത്ര വേണ്ട, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുക, അതിനെ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു അക്കാഡമിക് എൻവയോൺമെന്റ് മാറ്റി മറിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജുകളുടെയും ഫണ്ടിങ്ങുകളും ഒക്കെ മാറുമായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാമാന്യം മെച്ചപ്പെട്ട ഒരു പോസിറ്റീവ് നോട്ടിലാണ് നമ്മൾ വായനയെക്കുറിച്ച് പറയുന്നത് തിരിച്ചു വരുന്നു എന്നുള്ളത്. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നൈറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഗവൺമെൻറ് ഏറ്റവും വലിയ ബഹുമതി ഒരു മലയാളിയായ ഒരു പ്രസാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് തന്നെ ലോകം കേരളത്തെ അല്ലെങ്കിൽ മലയാളിയുടെ വായനയെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ മലയാളം പബ്ലിഷിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ആ അനുഭവം എന്ന് പറയാമോ? എങ്ങനെയാണ് ഈ ഫ്രഞ്ച് എംബസിയും അതുമായിട്ടുള്ള മറ്റ് അങ്ങനെ പുരസ്കാരം കിട്ടുമ്പോൾ അതൊരു പൊതുവെ കലാസാഹിത്യ രംഗത്തുള്ള വലിയ മനുഷ്യർക്ക് മാത്രം കൊടുക്കുന്നവരാണ്, ഒരു പ്രസാധകനെ തേടിയെത്തുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു അത് എനിക്കറിയില്ല എന്തായിരുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ലെങ്കിലും അല്ല, വ്യക്തിപരമല്ല, ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഒരു മലയാളം പബ്ലിഷിംഗ് ഇൻഡസ്ട്രി കിട്ടിയ ഒരു അംഗീകാരമാണത്. അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ, കാരണം മലയാളം പോലെ തർജ്ജമകളെ സ്വാഗതം ചെയ്തിട്ടുള്ള ഭാഷ ഇന്ത്യയിലില്ല. ഇപ്പം നമ്മൾ ബംഗാളി എടുത്താൽ നമുക്കൊരു നല്ല ട്രാൻസ്ലേറ്റഡ് വർക്ക് അവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബംഗാളി ട്രാൻസ്ലേഷൻസ് എല്ലാ കാലത്തും എല്ലാ ഭാഷയിലോട്ടും വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇപ്പം ഇറങ്ങുന്ന ഏറ്റവും കണ്ടംപററി റൈറ്റേഴ്സ് വരെ മലയാളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതും അതിന് ഒരു ചെറിയ കാലയളവെങ്കിലും കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ടെങ്കിലും DC ബുക്സ് പോലുള്ള സ്ഥാപനത്തിന് അതിൻ്റെ അകത്ത് ഒരു നേതൃത്വപരമായിട്ടുള്ള റോള് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അത് പ്രധാന കാര്യം. കാരണം ഫ്രഞ്ച് ലിറ്ററേച്ചർ എത്രമാത്രം മലയാളത്തിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ DC ബുക്സ് മറ്റുള്ളതിനേക്കാൾ കുറവാണ്, തീർച്ചയായിട്ടും കുറവാണ്. അന്നേരം പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരു ലിറ്ററേച്ചറിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നു മലയാളം പോലൊരു സാഹിത്യം. തീർച്ചയായിട്ടും KLF, ഞാനിപ്പം KLFിൻ്റെ കഴിഞ്ഞ വർഷം ഫ്രഞ്ച് ആയിരുന്നു ഒരു പിന്നെ ഗസ്റ്റ് ഓഫ് ഓണർ. പക്ഷേ ഇതിൻ്റെ ഒരു മറ്റേ സൈഡ് അതിനകം തന്നെ തീരുമാനങ്ങളും കഴിഞ്ഞ് ഫ്രഞ്ചിൻ്റെ KLFന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പിന്നെ ഫ്രഞ്ച് ഗവൺമെൻറ് തീരുമാനമെടുത്തൊരു കാര്യമാണ്. ഏപ്രിൽ 30-നാണ് പിന്നീട് അത് അവർ പ്രഖ്യാപിക്കുന്ന നേരം. പക്ഷേ KLF പിന്നെ ഗസ്നേഷൻ മുമ്പ് തന്നെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇന്ത്യയിലുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പിന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ കൂട്ടത്തിൽ KLFനെ ഒരുപക്ഷെ അറിയപ്പെടുന്നതും ഇതിൻ്റെ അകത്തൊരു കാരണമായിട്ട് തന്നെ തീർച്ചയായിട്ടും
പറയാൻ പറ്റുന്നതാണ്. കേരളത്തെ വായിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് അച്ഛൻ. DC കിഴക്കമല സാറിൻ്റെ ഒരു സ്വാധീനം മലയാളത്തിൻ്റെ പബ്ലിഷിങ്ങിലും മലയാളിയുടെ വായനയിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് 1952 തൊട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ 35-ൽ അലൻ ലെയ്നും കൃഷ്ണമേനോനൊക്കെ കൂടി പെൻഗിൻ പേപ്പർ ബാക്ക് വിപ്ലവം തുടങ്ങിയതുപോലെ 52-ൽ മലയാളത്തിലൊരു പേപ്പർ ബാക്ക് വിപ്ലവം എന്ന് പറയുന്നതിന് സാന്നിധ്യം വരിച്ച ആളാണ് കിഴക്കമല സാറ്. ചെമ്മീൻ്റെ 10,000 കോപ്പി അടിക്കുക എന്ന് പറയുന്നത് അന്ന് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അച്ഛൻ്റെ നിഴലിലാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അത് ആദ്യകാലം ഓർത്തെടുക്കുക അച്ഛൻ നടത്തിയ ആ ഒരു കോൺട്രിബ്യൂഷൻ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ SPCS-ൽ അവധിക്കാലത്ത് SPSൽ പിതാവിനോടൊപ്പം പോവുക അല്ലെ കാണുക എന്നുള്ള ഒരു പിന്നെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് DC ബുക്സ് ആയപ്പോഴത്തെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ സ്ഥാപനത്തിൽ കയറി നടക്കാനോ അല്ലെങ്കിൽ അത് അക്കാലത്ത് ഇതുമായിട്ട് പരിചയപ്പെടാനുള്ള അന്നേരം ഒരുപക്ഷെ ഞാൻ ഫ്രഞ്ച് പിന്നെ പുരസ്കാരം വാങ്ങിക്കുന്ന പിന്നെ ഒരു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഞാൻ വളർന്നതൊരു ഏതാണ്ട് 20,000 പുസ്തകങ്ങൾ വീട്ടിൽ എപ്പോഴും ഉള്ളായിരുന്നു. നമ്മൾ മുറിയുടെ സൈസോ ഒന്നും അല്ല, നമുക്കന്ന് പേജുകൾ മറിക്കുന്ന ഒരു ഓർമ്മയെ കൂടാണ് നമ്മളുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഒരുപക്ഷെ ഇലിസ്ട്രേറ്റഡ് വീക്കിലിയോ അല്ലെങ്കിൽ പാരീസ് റിവ്യൂ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പോലുള്ള മാസികകൾ ബൗണ്ട് കോപ്പികൾ വെച്ചിരിക്കുന്ന എന്തിനാണെന്നുള്ള ഒരു ചോദ്യം എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റ് ബ്ലൈറ്റൺ പോലുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ പിന്നെ ലേഡി ബേർഡ് പോലുള്ള എന്ന് വെച്ചാൽ അതിന് ഭാഷയില്ല, മലയാളമായിരുന്ന ഏറെക്കുറവുകൾ. അന്നേരം ഇത്തരം ഒരു പുസ്തകങ്ങളുടെ നടുവിൽ വളർന്ന ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും ഒരു പക്ഷേ എന്നെ ഇതിലോട്ട് തന്നെ വരണം എന്നുള്ള ഒരു ധാരണയുണ്ട്. പിന്നെ രണ്ടാമത് SPCS 74-ൽ SPCS വിരമിക്കുമ്പോൾ എനിക്കറിയത്തില്ല എത്ര പേർക്ക് അതിൻ്റെ ചരിത്രം അറിയാമെന്നറിയില്ല. SPCS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ബേസിക്കലി അതിൻ്റെ ഒരു പിന്നെ അതുണ്ടാകുന്നത് MP പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതിൽ നിന്നാണ്. പക്ഷെ അന്നേരം അതിന് മുമ്പ് ഒരു 30-കളിൽ ഒരു സഹൃദയ എന്ന് പറഞ്ഞൊരു വായനശാല കാഞ്ഞിരപ്പള്ളി തുടങ്ങിയത് KJ തോമസും പിന്നെ DC കിഴക്കമ്പലമുണ്ട്. പിന്നെ ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് മടുത്തപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു പുസ്തകശാല തുടങ്ങാൻ മുമ്പ് രണ്ടുപേരുടെ കൽറ്റിക്ക് ബസാർ വന്നൊരു പുസ്തകശാല തുടങ്ങി, നാഷണൽ ബുക്ക് സ്റ്റാൾ എന്നും പറഞ്ഞു. അന്ന് അവരുടെ നാട്ടുകാരനായ നാഷണൽ ബുക്ക് സ്റ്റാൾ ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയ ഒരു പാർട്ണർഷിപ്പ് ഫേമാണ്. അതിലോട്ട് പിന്നെ അവർ പൊൻകുന്നം വർക്ക് ചെയ്യും, PT ചാക്കോ പോലുള്ളവരെല്ലാം കൂടെ പാർട്ട്നേഴ്സാക്കി. അതൊക്കെ ഒരു ഇത്. പിന്നെ ഇവരെല്ലാവരും ഒരു കാലമായപ്പോൾ ജയിലിൽ പോയി. തിരിച്ച് ജയിലിൽ നിന്ന് സ്വാതന്ത്ര്യ സമയത്ത് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും തന്നെ രാഷ്ട്രീയത്തിലോട്ടും പൊൻകുന്നം വർക്ക് എഴുത്തിലോട്ടും പോയി. പിന്നെ DC കിഴക്കമുറിയാണ് ഇത് അതിൻ്റെ എല്ലാവരുടെയും ഷെയർ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നത്. 45 മുതൽ ഇങ്ങനെ നടത്തുകയാണ്. ഇതേ കാലയളവിൽ 45 SPCS പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുകയും പക്ഷേ അതൊരു പേപ്പർ സംഘടനയായിട്ട് മാത്രം നിൽക്കുകയും 52-ൽ ഈ അന്ന് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന NBS ഇതിലൂടെ റിവേഴ്സ് മെർജർ ചെയ്യുന്നത്. വരുമാനം അതെ, ശരിക്കും വരുമാനം മുഴുവൻ NBS-നും അങ്ങനെ തുടങ്ങിയ ഒരു അന്നത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഒരു കാരണം വായിപ്പിക്കുന്നത്. അങ്ങനെ കാരണം എബി പോളിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാരുടെ ഒരു സൊസൈറ്റി. അതിനു മുമ്പ് അദ്ദേഹം സാഹിത്യ സഖ്യം തുടങ്ങി. അന്നേരം ആ ഒരു കാലത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പിന്നെ ഇത് മാൻഡേറ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്ന് പിന്നെ തകഴിയായിട്ടുള്ളൊരു ബന്ധത്തിലാണ് തകഴിയോട് ഇങ്ങനൊരു ഐഡിയ ഈ പിന്നെ ചെമ്മീൻ പോലൊരു ഐഡിയ ചർച്ച ചെയ്യുന്നതിനെപ്പറ്റി. കാരണം ആ പബ്ലിഷിങ്ങിലോട്ട് അന്ന് വളരെ യുവത്വത്തിൽ അങ്ങനെ ഒരു വളരെ ഒരു ബ്ലഡ് ഭയങ്കര ഇതായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് തകഴിയും DC കിഴക്കമ്പലം ചിന്തിച്ചാണ്. അന്നേരം തകഴിയുടെയാണ് പിന്നെ ഓഫ്കോഴ്സ് നോവൽ തകഴിയാണ്, അദ്ദേഹത്തിൻ്റെയാണ് അതിൻ്റെ ഇതെല്ലാം. പക്ഷെ ഇവർ തമ്മിൽ ചിന്തിച്ചാണ് ഇങ്ങനൊരു ഒരു മാസ് മാർക്കറ്റിന് പറ്റിയൊരു പുസ്തകം കൊണ്ടുവന്ന് SPCS-നെ ഒന്ന് സജീവമാക്കണമെന്ന് തീരുമാനിച്ചത്. വലിയ റിസ്ക് എടുക്കലാണ്. അതൊരു ചെറിയ കാരണം ഇന്ന് 10,000 കോപ്പി പലതും അടിക്കില്ല. അന്നേരം ആ ഒരു തകഴി അത് ശരിക്കും തകഴിയുടെ മനസ്സിലൊരു കഥ വരികയും അത് തകഴി പിന്നെ അത് പറയുകയും പിന്നീട് അത് പുസ്തകമാക്കാൻ വേണ്ടി തകഴിയുടെ പുറകെ കുറേ വർഷം നടന്നു. പിന്നീട് കോട്ടയത്ത് കൊണ്ടുവന്ന് ഇരുത്തി തകഴിയുടെ വേർഷൻ അനുസരിച്ച് ബോട്ടോസ് കഫേ പൂട്ടിയിട്ടാണ് എഴുതിച്ചത് തകഴി പറയുന്ന അതേ പുസ്തകം. പക്ഷെ തകഴി കോട്ടയത്ത് വന്ന് ഇരുന്ന് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുകയും 1.25 രൂപയ്ക്ക് 10,000 കോപ്പി അടിക്കുകയും ആ 10,000 കോപ്പി ഒറ്റയടിക്ക് വിറ്റുപോവുകയും ചെയ്യുമെന്ന് പറയുന്നതാണ് ഒരു ഇന്ത്യയിലെ പേപ്പർ ബാക്ക് റെവല്യൂഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അന്ന് മലയാളി ഇത്രയും വായിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ ലഭ്യതക്കുറവാണ് ഒരുപക്ഷെ വായനയെ പുറകോട്ട് നിർത്തുക എന്നുള്ള ഒറ്റ കാര്യമാണ്. അല്ലെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി ഐറ്റം അല്ല പുസ്തകം. അതാണ് എനിക്കത്. പിന്നീട് ഈ തകഴിയൊക്കെ തന്നെ DC കിഴക്കമ്പലം അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അവിടെ പ്രധാനമായിട്ടുള്ളത് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു തീരുമാനം എടുത്തത് ഞാൻ റെഫറൻസ് ബുക്സ് പബ്ലിഷ് ചെയ്തോളാം, കാരണം SPCS-ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ T രാമലിംഗപിള്ളയുടെ ഡിക്ഷണറിയിലൂടെ കൊണ്ടുവന്നു, ശൈലീന്ന് കൊണ്ടുവന്നു, ഇങ്ങനെ പല പുസ്തകങ്ങൾ കൊണ്ടുവന്നു.
അക്കാലമൊക്കെയും ഈ തകഴിയും ബഷീറും ഒക്കെ റോയൽറ്റി വാങ്ങിക്കാൻ SPCC പോകുന്നത് വീട്ടിൽ വന്ന് താമസിച്ചിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ വന്നിരുന്നിട്ട് അവിടുത്തെ റോയൽറ്റി വാങ്ങിച്ച് തിരിച്ചിങ്ങോട്ട് വരുവാണ്. കാരണം അത്തരത്തിലുള്ള ബന്ധമായിരുന്നു ഒരുവിധപ്പെട്ട ഏറെക്കുറെ എല്ലാ എഴുത്തുകാരുമായിട്ട്. അന്നേരം തകഴിയോ ബഷീറിനെ പബ്ലിഷ് ചെയ്യാത്ത ഒരു 8 or 10 കാലം പോലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്ന വ്യക്തികൾ അത്തരത്തിലുള്ള ഒരു 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 10 or 60 പേരെ ആയിരിക്കും സ്ഥിരമായിട്ട് കാണുന്നത്. എല്ലാ ദിവസവും കണ്ടുപോകുന്ന, ഒന്നല്ലെങ്കിൽ വീട്ടിൽ പിന്നെ ഉച്ചയ്ക്ക് അവർ പറയണമെന്നില്ല, ഉച്ചയ്ക്ക് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരിക അല്ലെങ്കിൽ ഓഫീസ് വരിക, അങ്ങനെ ആ ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും ഈ ഐക്കോണിക് ഫിഗേഴ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിന്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. അതാണ് ഒരു പക്ഷേ എന്നെ ഏറെക്കുറെ ഇത്രയും ഈ ഒരു ഇതിലോട്ട് മലയാളം പ്രസിദ്ധീകരണത്തിൽ തന്നെ സജീവമായിട്ട് നിൽക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് എൻ്റെ ആ സമയത്തൊക്കെ എത്ര പബ്ലിഷ് ചെയ്തിരുന്നു DC ബുക്സ്? അച്ഛൻ്റെ ആ നമ്പേഴ്സ് ഒക്കെ വളരെ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, പക്ഷേ അതിൻ്റെ അകത്തൊരു വലിയൊരു രസമുണ്ട്. അതിൻ്റെ അകത്ത് അന്ന് ഒരു ബുക്ക് ഷോപ്പ് പോലും ഇല്ലാത്ത DC ബുക്സ് 3 വോളിയുള്ള ടി രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറി 8000 കോപ്പി ബുക്ക് ചെയ്തു. അത് ഇന്ന് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന പഴയ മണി ഓർഡറിൽ 8000 കോപ്പിയാണ് ബുക്ക് ചെയ്തത്. അവിടെയും തീരുന്നില്ല. പക്ഷേ കാരണം വെച്ചാൽ അന്ന് കുറേ നോവലുകൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഇത്ര നോവൽ പബ്ലിഷ് ചെയ്യുമായിരുന്നു. അതെല്ലാം പുതിയ എഴുത്തുകാരുടെ ആയിരുന്നു. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിന് ടാഗോർ അവാർഡ്, MB പോൾ അവാർഡ്, ഇങ്ങനെ കേസരി അവാർഡ്, 3 അവാർഡ് എല്ലാ വർഷവും വെക്കുമായിരുന്നു. എന്നിട്ട് അത് നല്ല പുസ്തകങ്ങൾ അതിൽ കിട്ടുമായിരുന്നു. അതെ, ഈ 3 അവാർഡുകൾ. എന്നിട്ട് ഈ 3 അവാർഡുകൾ എല്ലാ വർഷവും DC ബുക്സ് കൃത്യമായിട്ട് കൊടുക്കുകയും അത് വെച്ചുകൊണ്ട് ബുക്ക് ക്ലബ്ബ് തുടങ്ങി. ഒരു മാസം 10 രൂപ അടച്ചാൽ 3 പുസ്തകം കിട്ടും. ആ 10 രൂപയ്ക്ക് 3 പുസ്തകം 5000 പേർക്ക് ഒരു മാസം അയക്കുമായിരുന്നു, പുതിയ പുസ്തകങ്ങൾ. എന്ന് വെച്ചാൽ ഒരാൾ പോലും എസ്റ്റാബ്ലിഷ് ഓതർ അല്ല, അല്ലെങ്കിൽ വളരെ റെയറായിട്ടൊരു എസ്റ്റാബ്ലിഷ് ഓതർ. ബാക്കിയെല്ലാം പരീക്ഷണം. പക്ഷെ ഇത് വാങ്ങിക്കാൻ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, അതും ബുക്ക് ഷോപ്പില്ലാതെ. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് മലയാളി വായനക്കാരനെ കണ്ടെത്തി. അതും അവർ പുതിയ ഒരു എഴുത്തുകാരനെ പരീക്ഷിക്കാൻ വളരെ തയ്യാറായിരുന്ന ഒരു കാര്യം. എൻ്റെ ഓർമ്മയിൽ 5000 കോപ്പികളുടെ ചെറുപ്പത്തിൽ, ഞാൻ പറയുന്നത് എനിക്ക് 8ഉം 10ഉം വയസ്സുള്ളപ്പോൾ 5000 കോപ്പി ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത്. അത് അയക്കുന്ന ഒരു 3 ദിവസം അവിടെ ഭയങ്കര സംഭവ ബഹുലമാണ്. കാരണം എല്ലാവരും അവിടെ മാനേജർ തൊട്ട് പ്യൂൺ വരെ എല്ലാവരും ഇരുന്നാണ് ഇത് പാക്ക് ചെയ്ത് 5000 കോപ്പി അയക്കുന്നത്. എന്നാൽ ഇത്രയും സജീവമായിട്ടൊരു ഒരു വായന, ഒരു ഓഡിയൻസ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണിത്. പിന്നീട് വിശ്വസാഹിത്യമാല പോലെ എബ്രിജായിട്ടുള്ള അയ്യപ്പടി അത് 5000, മഹചരിതമാല 3000, 5000 കോപ്പി. അല്ലെങ്കിൽ സപ്തകം, പിന്നെ ഹോംസ് ക്ലബ് എന്നും പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവിന് വേണ്ടി ഷെർലക് ഹോംസ്, അഗത ക്രിസ്റ്റി, ഹിച്ച്കോക്ക്, അങ്ങനെ ഒരു സീരീസ് കംപ്ലീറ്റ്. അവസാനം വൈക്കം ചന്ദ്രശേഖരനെ കൊണ്ട് കേണൽ പ്രസാദ് എന്ന് പറഞ്ഞ പേരിൽ എഴുതി. ഇതെല്ലാം ഇതിനെല്ലാം ഈ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു ബുക്ക് ഷോപ്പായി. പിന്നെ ആ സമയത്തും എല്ലാം ഇത്ര ആൾക്കാർ കേരളം മുഴുവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായനയെ ഒരു പരിധിക്കപ്പുറം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ള. പക്ഷേ ഇന്ന് നമ്മൾ നടത്തുന്നതിനേക്കാൾ വലിയ വിപ്ലവമാണ് ഉറപ്പായിട്ടും. ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ റിയൽ വായനക്കാരനെ കണ്ടെത്തുകയും ഉറപ്പായിട്ടും അത് വലിയ കാര്യമാണ്. അതുപോലെ ഒരുപക്ഷെ കിഴക്കമ്പൂരി സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ NS മാധവനാണ്. NS പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എഴുത്തുകാരനല്ല ആണെന്ന് ഞാൻ തന്നെ മറന്നുപോയൊരു കാലത്ത് ഒരു ദിവസം കിഴക്കമ്പൂരി സാറ് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു മുറിയിൽ വന്നിട്ട് എന്നോട് എഴുതാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ എഴുത്തുകാരനെ കണ്ടെത്തുക, ഈ വായനക്കാരനെ കണ്ടെത്തുന്നതിൻ്റെ കഥ നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ എഴുത്തുകാരനെ കണ്ടെത്തുക എന്ന് പറയുന്നത് കിഴക്കമ്പൂരി സാറിൻ്റെ ഒരു വലിയ സംഭവമാണ്. എഴുത്തുകാരും പ്രസാധകനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് എന്താണെന്ന് മലയാളത്തിൽ അടയാളപ്പെടുത്തിയത് കിഴക്കമ്പൂരി സാറാണ്. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്. എന്താണ് എഴുത്തുകാരനും പ്രസാധകനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എനിക്ക് ഒരു സൈഡ് ഏത് രീതി എടുത്താലും ഞാനെപ്പോഴും പറഞ്ഞ ഇവരുടെ ഒരു സാഹിത്യ ഒരു ആസ്പെക്റ്റിനെ അങ്ങേറ്റം ബഹുമാനത്തോടു കൂടി, അല്ലെങ്കിൽ ഇവരുടെ ഒരു എഴുത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ എല്ലാ രീതിയിലും ബഹുമാനിക്കുന്ന ഇത്. കാരണം നമ്മുടെ എഡിറ്റേഴ്സ് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയാലും, നമ്മുടെ മൊത്തം ഒരു ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ആയാലും, ഓർഗനൈസേഷൻ നമ്മുടെ ഒരു ചെറിയ പ്രസ്ഥാനമാണെങ്കിൽ ടീം എന്ന് പറയുന്നത് എഴുതുന്നവരോടുള്ള, സാഹിത്യം വാസനയുള്ളവരോടുള്ള ഒരു ആദരവ്, വായനക്കാരനായാലും എഴുത്തുകാരനായാലും അതിനെ ഒരു പ്രത്യേക ഒരു ആദരവിൽ കാണുന്നു എന്നുള്ളതാണ്. അതിനെ എനിക്കറിയത്തില്ല, അത് ക്ലീശയാണോ എന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ബേസിക്കലി എൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ അറിയാവുന്ന ഒരു പക്ഷേ സക്രിയ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ ബെന്യാമിൻ ആയിരിക്കാം, അല്ലെങ്കിൽ മീര ആയിരിക്കാം. പക്ഷെ നമ്മൾ ഇവരുടെ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡിനെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു അടിസ്ഥാന തത്വം, അല്ലെ ഫിലോസഫി, സൈക്കിയും അത് തന്നെയാണ്. കാരണം അത് വാട്ട് എവർ ദ അതർ മറ്റേത് ഷോർട്ട് കമ്മിങ്സും
പിന്നെ വന്നാൽ പോലും നമ്മുടെ ബന്ധത്തിൽ വന്നാൽ പോലും സ്റ്റിൽ റിമെയിൻ ദാറ്റ് റെസ്പെക്ട്ഫുൾ ടു ദ ഓഥർ. ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു പിന്നെ നമ്മളിൽ കൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും വളരെയേറെ റെസ്പെക്റ്റോടുകൂടി, അല്ലെങ്കിൽ വളരെയേറെ അതിനെ ഒരു റെസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറത്തോട്ട് അതിനെ അതെ ഒരു മിറക്കിളോട് പലപ്പോഴും ഇവർ എഴുതുന്നതിന് ഒരു മിറക്കിളോടുകൂടി കാണുന്ന ഒരു രീതിയിലാണ്. ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, അവരെന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതിനോടൊരു വലിയ സ്നേഹം. അത് വളരെ പ്രധാനമാണ്. കാരണം ലോകത്തിലെ എല്ലായിടത്തും ഇന്നും പണ്ടും അങ്ങനെ തന്നെ എഴുത്തുകാരനിൽ നിന്നാണ് പ്രസാധകൻ, വായനക്കാരനെ എഴുത്തുകാരെയും ബ്രിഡ്ജ് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമേ നമ്മൾ ഈ പഴയ തലമുറയും പുതിയ തലമുറയും കണ്ടിട്ടുള്ള ഒരാളാണ്. പഴയ പറയുമ്പോൾ 80-കൾ തൊട്ട് എന്തായാലും ഇതിന്റെ കൂടെ ഇല്ലേ? ഞാൻ 70-കൾ തൊട്ട് വളരെ സജീവമായിട്ട് എന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ ഇതിനകത്തുണ്ട്. പിന്നെ 80 തൊട്ട് അത്യാവശ്യം ഇതിലേക്ക് വന്നത് എപ്പോഴാണ്? 91-ലാണ്. അതുവരെ ഞാൻ ഇതിൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അവധിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ വാസ് എംപ്ലോയിഡ് അറ്റ് DC ബുക്സ്. എന്ന് വെച്ചാൽ അന്ന് 90 രൂപ സാലറി ഒക്കെ വന്നു, സാലറി തരും. അത് അവിടെ വന്നിക്ക്. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തൊന്ന് ഒരു വർക്കിന്റെ കൾച്ചറിലോട്ട് വരുന്നതാണോ സാഹിത്യത്തോട്ട് വരുന്ന എന്തിനാണെന്ന് അറിയത്തില്ല. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അതിന്റെ രണ്ടാമതൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ പുസ്തകച്ചന്ത 84-ലാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകച്ചന്ത എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നീട് വന്ന എൻ്റെ അവധിക്കാലങ്ങളിലുള്ള എല്ലാ പുസ്തകച്ചന്തകളിലും കൃത്യമായിട്ട് മേ ബി അന്നൊരു 15-18 വയസ്സുള്ളപ്പോഴായിരിക്കും, അല്ലെങ്കിൽ 15 വയസ്സ് 14 വയസ്സുള്ളപ്പോഴായിരിക്കും കൃത്യമായിട്ട് പങ്കെടുക്കുകയും അതിൻ്റെ അകത്ത് സെയിൽസ് നിൽക്കുകയും മണ്ടത്തരങ്ങൾ കാണിക്കുകയും ഒക്കെ ഞാൻ കാണിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ഇതിൽ കൂടെ തന്നെ പുസ്തകങ്ങളെ പഠിച്ചൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ എഴുത്തുകാരെ കാണുന്ന ഒരു സൈഡെങ്കിൽ മറ്റൊരു സൈഡ് ഇത്രയും വിപുലമായിട്ടുള്ളൊരു പുസ്തകങ്ങളുടെ ശേഖരം കാണുക, അതെന്താണെന്ന് പഠിക്കുക. അത് ഞാനൊരിക്കൽ ഒരു കൗമുദിയിലെ വത്സല പുള്ളിക്കാരോട് ഞാൻ ഒരിക്കലും ആകാശത്തിൻ്റെ ചുവട്ടിൽ എനിക്കൊരു 12 വയസ്സുള്ളപ്പോഴാണ് പുള്ളിക്കാരോട് വിൽക്കാൻ നോക്കിയത്. പുതിയ പുസ്തകമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഞാൻ 10-15 വർഷം മുമ്പ് വായിച്ചാണെന്ന് പറഞ്ഞ് വളരെ എന്നെ ഇത് കൊള്ളാം, പക്ഷെ നല്ല സെയിൽസ്മാൻ ആണെന്നൊരു ടാഗ് തന്നു. ആരാന്നറിയാതെ തന്നെ നമ്മൾ ഒരു മണ്ടത്തരം ആണെങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ, കാരണം അന്ന് ഫസ്റ്റ് പ്രിന്റ് എവിടെയാന്ന് നോക്കാനുള്ള ജ്ഞാനമൊന്നും നമുക്കില്ല. അന്നേരം അത്തരത്തിൽ പുസ്തകത്തോടൊരു പ്രത്യേക ഒരു തരം ആവേശം ഉണ്ടായിരുന്നു. അതാണ് ഇതിലോട്ട് വരാനുള്ള കാരണം. പിന്നീട് ഞാൻ എന്നെ സംബന്ധിച്ചോളം വായനയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്ന സ്വാധീനിച്ചതിൽ ഡോക്ടർ അയ്യപ്പ പണിക്കരെ പോലുള്ളവരുടെ ഒരു സ്വാധീനമാണ്. കാരണം പുള്ളി കൃത്യമായിട്ട് ഈ വിശ്വസാഹിത്യമാല ചെയ്യുന്ന സമയത്ത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ വീട്ടിലുണ്ടായിരുന്നു. അന്നേരമൊക്കെ വായിക്കേണ്ട പുസ്തകങ്ങൾ പറയുകയും അടുത്ത പ്രാവശ്യം ഒരു വായിച്ചോന്ന് ചോദിക്കുകയും പണിക്കർ സാർ സജസ്റ്റ് ചെയ്യുകയും, അത് ആദ്യം പറഞ്ഞത് റീറ്റെല്ലിങ്ങും ഇതൊക്കെ വായിച്ചാൽ മതി അവിടെ നിന്ന് തുടങ്ങി. അതൊക്കെ കൃത്യമായിട്ട് വന്ന് ഞാനൊരു ആവേശത്തോടു കൂടിയാണ് ഒരു 2 വർഷം കൊണ്ട് ഒരു 60 വേൾഡ് ക്ലാസിക്സിൻ്റെ റീറ്റെയിലിംഗ് വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഒരു 2 പുസ്തകം വായിക്കുന്നതിനപ്പുറത്തോട്ട്, അല്ലെങ്കിൽ ഒരു വർഷം എങ്ങനെയാലും ഒരു 4-5 പുസ്തകം കഷ്ടിച്ച് വായിക്കുകയോ അല്ലെങ്കിൽ വായിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു സ്ട്രക്ചറായിട്ടൊരു ഇതിലോട്ട് വരാൻ ഇൻറ്റൻഷനായിട്ട് അത് അയ്യപ്പണിക്കർ സാർ വരുമ്പോൾ വീട്ടിലാണ് താമസിക്കുന്നത്. അന്നേരം അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. അത് ചില സമയത്ത് കഥ പറയും. എനിക്കറിയത്തില്ല ഒരു എന്നെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണോന്ന് അറിയത്തില്ല. പലപ്പോഴും അവധിക്കാലങ്ങളിൽ ട്യൂഷനും കൂടെ ഉണ്ടായിരുന്നു. ആ ട്യൂഷൻ എന്ന് പറയുന്നത് ട്യൂഷനല്ല, മലയാളം സാറിനെ വെച്ചുകൊണ്ട് മഹാഭാരതവും രാമായണവും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഴയ താറാവ് എന്ന് പറയുന്നൊരു പുസ്തകത്തിന്റെ ഓഥർ മോഹൻ സാറുണ്ട്. മോഹൻ കോട്ടയത്ത് മാഷായിരുന്നു. മോഹൻ ഒരു 4 കൊല്ലോ 5 കൊല്ലോ കൃത്യമായിട്ട് എല്ലാ ഇതിലും പുരാണങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി. അല്ല എന്ന് വെച്ചാൽ ഒരു പക്ഷേ മഹാഭാരതം രാമായണമൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ എപ്പിക്സ് നോക്കുക, അല്ലെങ്കിൽ അല്ലാത്ത ബാക്കിയെല്ലാം നമ്മൾ പലയിടത്തുനിന്നും അക്യൂർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത്രയും ബൃഹത്തായിട്ടൊരു ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് മഹാഭാരതം എടുക്കുമ്പോഴത്തേക്ക് ഉപശീർഷകങ്ങളും കഥകളും ഉപകഥകളുടെ ഒരു ബാഹുല്യമാണ്. നമുക്ക് ഈ ഉപകഥകൾ കേൾക്കുമ്പോഴുള്ള സുഖമാണ് മഹാഭാരതം മൊത്തം വായിക്കുന്നതിനേക്കാളും ഉള്ളത്. അതെല്ലാം ആ കാലത്ത് വായിച്ചു എന്ന് പറഞ്ഞാൽ വായിപ്പിച്ചു. നല്ലോണം അറിയാം. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ മലയാള വായന ഉണ്ടായിരുന്നില്ല അന്ന്. അല്ല, മലയാള വായന ഉണ്ടായിരുന്നു. പക്ഷേ ഈ വായന എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത്രയും പാസീവ് റീഡിംഗ് അല്ല, ഇമ്പോസ്ഡ് അപ്പോൺ എന്ന് പറയുന്ന പോലെ
So you have to read it എന്ന് പറയുന്ന റീഡില്ല രീതിയിൽ. ഇമ്പോസ്ഡ് അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതൊരു വളരെ രസമായിരുന്നു. കാരണം കഥ കേൾക്കുക, കഥ വായിപ്പിക്കുക, അത് കേൾക്കുക, പിന്നെ അത് എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് അന്നേരം ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് കൂടെ വരുമ്പോൾ നമുക്കും കൂടെ വായിക്കാൻ കുറച്ചും കൂടി രസകരമായിട്ട് വരും അന്നേരം അത്. ഈ മലയാള സാഹിത്യത്തിലെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ എഴുത്തുകാരനൊരു അന്തസ്സുണ്ട്. ആ എഴുത്തുകാരൻ അന്തസ് ഉണ്ടാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസാധകരാണ്. ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും DC ബുക്സ് ആണ് ഏറ്റവും. ഒരു കാലത്ത് മലയാളത്തിൽ നമ്മളിപ്പോൾ അറിയാം, ചങ്ങമ്പുഴയെക്കുറിച്ചും വള്ളത്തോളിനെ കുറിച്ചും പറയും. ചങ്ങമ്പുഴ പുസ്തകം തലച്ചുമടായി ആളുകളെ കണ്ടു വിറ്റിരുന്നു. അതുപോലെ വള്ളത്തോൾ ഋഗ്വേദം എടുത്തിട്ട് തലച്ചുമടായി വിഷമിച്ച് ക്ഷീണിച്ച് ഓരോ വീടുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരെ തിരിച്ചു മാറുകയാണ് ഇന്നിപ്പോൾ. 21 നൂറ്റാണ്ടിൽ എഴുത്തുകാരനെ എടുത്തു നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രസാധകരുടെ യോഗം വന്നിട്ടുണ്ട്. വളരെയധികം, ഒരുപക്ഷെ അത്ര വേണമെന്ന് ഞാൻ സംശയിക്കുന്ന രീതിയിലത്. ഈ മാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് പ്രസാധകൻ, ഈ അന്തസ്സാണ് പ്രസാധകൻ കൊടുത്തത്, എഴുത്തുകാരന് കൊടുത്തത്. അപ്പോൾ അതിന്റെ എക്കോണമി ആ രീതിയിൽ വളർന്നു എന്ന് പറയുന്നതിനെ അതിനെയൊന്നും എങ്ങനെയാണ് കാണുന്നത്? എഴുത്തുകാരനും കൂടി ഉള്ളതാണ് ഇതിന്റെ എന്ന് പറയുന്ന രീതിയിൽ എഴുത്തൊരു വലിയ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് എഴുത്തുകാരന് കാണാൻ കഴിയുന്നുണ്ട് ഇന്നിപ്പോൾ, ഇല്ലേ? ഒരുപാട് പേർക്ക് കഴിയുന്നില്ലേ? അത് തീർച്ചയായിട്ടും പബ്ലിഷറുടെ റോളിനെ കുറച്ച് കാണാതെ തന്നെ ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും എഴുത്തുകാരൻ്റെ റോള് വളരെ വലുതാണ്. പിന്നെ ഒരു നല്ല പുസ്തകം മാർക്കറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രസാദിൻ്റെ ജോലി, പിന്നെ പ്രധാനപ്പെട്ട ജോലിയാണെങ്കിൽ, നല്ലൊരു പുസ്തകം എഴുതുന്ന ഒരു വ്യക്തിയെ വീണ്ടും ഒരുപക്ഷെ അടുത്ത ഒരു എഴുത്തിന് പ്രോത്സാഹിപ്പിക്കാനും ഒരുപക്ഷെ അത് DC ബുക്സിൽ പ്രസിദ്ധീകരിക്കാനുമുള്ള ഒരു പ്രേരണയും വ്യഗ്രതയും എന്ന് വേണേൽ വ്യഗ്രത എന്ന് തന്നെ പറയാം. പ്രേരണയും വ്യഗ്രതയും തന്നെയാണ് ഇതിലോട്ടുള്ള ഒരിത്. അത് ഒരുപക്ഷെ DC ബുക്സിൻ്റെ ഒരു പിന്നെ എഫേർട്ട് അത് പലയിടത്ത് എത്തിക്കുന്നതിലുണ്ടെങ്കിലും മറ്റ് പിന്നെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തന്നെ പറയാം, ഉൽപ്പന്നങ്ങൾ പോലെ പുസ്തകത്തെ നമുക്ക് ഒരു മാർക്കറ്റ് ചെയ്ത് വായനക്കാരനെ പറ്റിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് ശരി. അത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഷ ഫോൾസ് പ്രോമിസ് എന്ന് പറയും, അത് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു പുസ്തകം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൂടുതൽ പേരിൽ എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു. അതുകൊണ്ട് തന്നെ എഴുത്തുകാരന് കൂടുതൽ ആൾക്കാർ വായിക്കപ്പെടുന്നു എന്നുള്ളൊരിതുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം പ്രസാദം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സാമ്പത്തികമല്ല, മറിച്ച് ഇത്രയും കോപ്പികൾ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും വായനക്കാരിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു പിന്നെ ഔട്ട്കമ്മിൽ ഒരുപക്ഷെ സാമ്പത്തികം കാണുമായിരിക്കും. പക്ഷെ പ്രധാനമായിട്ടും ഉള്ളത് നല്ലൊരു ഗ്രന്ഥം പലരിൽ എത്തിക്കാൻ സാധിക്കുമ്പോൾ മറ്റ് ഏത് കർമ്മത്തെക്കാളും അല്ലെങ്കിൽ ഏതൊരു പിന്നെ ദൗത്യത്തെക്കാളും അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റിനേക്കാളും ഒരു കുറച്ചും കൂടെ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ പിന്നെ DC ബുക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ പോലും ഒരു ആനന്ദത്തിൻ്റെ ഭാഗം എത്ര പേരിലോട്ട് ഈ പുസ്തകം എത്തിക്കുന്നു. അതുകൊണ്ട് ഞാനൊക്കെ പിന്നെ പലപ്പോഴും ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്നിപ്പം അത്രയും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇന്നും മുടക്കാതെ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ നിരന്തരം ട്രെയിനിൽ ഒരാഴ്ച 3 ദിവസമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഒരു പുസ്തകത്തിന് ഇറങ്ങിയാൽ ഒരു 5 കോപ്പി തിരുവനന്തപുരത്ത് ശാഖ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ദൗത്യം. കാരണം നമ്മൾ പോകുന്ന ദിവസം അതുണ്ടെങ്കിൽ, കാരണം 5 പേരിലോട്ട് നേരത്തെ എത്താൻ സാധിക്കുന്നല്ല, ആ 5 പുസ്തകം വിറ്റിട്ട് കിട്ടുന്നത് ഒന്നും അല്ലെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് എത്തിക്കാൻ പറ്റുകയും ചെയ്യുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അന്നേരം അത് ശരിക്കും പറയാൻ നമ്മുടെ ഒരു പിന്നെ ഓർഗനൈസേഷൻ്റെ ഒരു സൈക്കി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അത് ഒരു ഇംബൈബ്ഡ് ആണ്. അതാണ് ഒരുപക്ഷെ നമ്മുടെ പല പിന്നെ കടകളും അല്ലെ നമ്മുടെ വ്യക്തികളും പിന്നെ DC ബുക്സ് അത് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഇത് ശക്തി. മറ്റ് ഒരുപക്ഷെ അച്ഛൻ കാണിച്ച പോലെ ഇപ്പം 10,000 ആളുകളെ അന്ന് കണ്ടുപിടിച്ചു 50കളിൽ. ഇന്നിപ്പോൾ നമുക്ക് ലക്ഷങ്ങളിൽ എത്താൻ പറ്റുമായിരിക്കും. പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരുപാട് മാർഗ്ഗങ്ങൾ കിഴക്കമ്പലം സാർ ഉപയോഗിച്ചിട്ടുണ്ട്. ചന്ത പറഞ്ഞു, പ്രീ പബ്ലിക്കേഷൻ തുടങ്ങിയത് അച്ഛൻ്റെ കാലത്തല്ലേ. അങ്ങനെ ഇന്നിപ്പോൾ മലയാളി ഏറ്റവും ചേർത്ത് നിർത്തുന്ന എന്തൊക്കെ മാർക്കറ്റിംഗ് സംഗതികളാണ്? ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ ഇപ്പോഴും നിലവിലുണ്ട് അല്ലേ? പ്രീ പബ്ലിക്കേഷൻ ഉണ്ട്. പബ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇത് കാലം മാറുമ്പോൾ പൈസ അടച്ചിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രീ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് പീരീഡിന്റെ ഒരു പുതിയ ചാലഞ്ചാണ്. കാരണം പഴയ ഫോമിൽ എപ്പോഴും ഓടണം എന്നില്ല. പക്ഷെ അത് പുസ്തകചന്തയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. ഇടക്കാലത്ത് അത് നിർത്തേണ്ട വന്നു, വീണ്ടും ഇത് സജീവമായി. ഇന്ന് പുസ്തകചന്ത വളരെ ഹിറ്റാണ്, വീണ്ടും അന്നേരം തിരിച്ചു വരുന്നത്. നമ്മൾ പക്ഷേ ഇതിനെല്ലാം തൽക്കാലത്തേക്കൊന്ന് പെട്ടിയിലോട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചു വരാവുന്ന ഒരു സിസ്റ്റമായിട്ട് തന്നെ പുസ്തകചന്ത ഇപ്പോൾ വീണ്ടും ഏതാണ്ട് ഒരു 25-30 നടത്തി കഴിഞ്ഞതുവരെ ഈ ഒരു വർഷം തന്നെ
അന്നേരം അങ്ങനെ പ്രാദേശികമായിട്ട് അത് ഗുരുവായൂരായിരിക്കാം, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയായിരിക്കാം, അല്ലെങ്കിൽ എല്ലായിടത്തും വായനക്കാരുണ്ട് തീർച്ചയായിട്ടും. അത് ഇപ്പം നമ്മൾ കോട്ടയത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഏറ്റുമാനൂർ ഇത്രയും വായനക്കാരുണ്ട് നമ്മൾ പിന്നീടാണ് അറിയുന്നത്. അല്ലെങ്കിൽ വേറെ പിന്നെ ഒരു എറണാകുളത്ത് നോക്കുമ്പോൾ തൃപ്പൂണിത്തുറ, ഇങ്ങനെ ഈ രീതിയിൽ വളരെ സജീവമായിട്ട് നമ്മൾ പലതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു. അത് പ്രീ പബ്ലിക്കേഷൻ ഒരുപക്ഷെ വീണ്ടും മാറി മറിഞ്ഞു വരുന്ന ഒരു കാലയളവിൽ, അല്ലെങ്കിൽ അതിനെ ഒരു പുതുരൂപാന്തരമാക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതിനെ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഗവേഷണം ചെയ്യുന്ന ഒരു കാര്യം, ഈ പ്രീ പബ്ലിക്കേഷൻ എങ്ങനെ ഒരു പുതിയ രൂപത്തിൽ ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആവുന്ന, അംഗീകരിക്കാവുന്ന ഒരു രീതിയിലോട്ട് ഈ പ്രീ പബ്ലിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അന്നേരം അത് ഒരു പക്ഷേ ഇനി അടുത്തൊരു 6 മാസത്തിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു കൃത്യമായിട്ടൊരു മറുപടി കിട്ടുമായിരിക്കും. അന്നേരം ഇത്തരത്തിലൊരു പിന്നെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് പല രീതിയിൽ അതിൻ്റെ അത് സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ട് പറയാം, സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു വലിയ ഫാക്ടറാണ്. പുതിയ പബ്ലിഷിംഗ്, മലയാളത്തിലെ പുതിയ പബ്ലിഷിംഗ് തന്നെ സോഷ്യൽ മീഡിയ ഓറിയന്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്തൊരു അപകടകരമായിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ. ആ ഇൻഫ്ലുവൻസേഴ്സിന്റെ പുസ്തകങ്ങൾ കൂടുതൽ വിൽക്കുന്ന ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ വന്നിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതൊരു വളരെ ഒരു മയോപ്പിക്കാണ്, അതിൻ്റെ വ്യൂ മയോപ്പിക്കാണ്. ഒരു ചെറിയ കാലയളവിൻ്റെ മാത്രം അതൊരു സെയിൽ ഡ്രിവൻ ആണ്, വായനയാണോ നമുക്കറിയില്ല. പക്ഷേ അത് കുറേ പേര് അത് ഏറ്റെടുക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു പുസ്തകം വളരെയേറെ പോകുന്നുണ്ടെങ്കിൽ, അത് പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവർക്ക് ആൾക്കാരെ ഡ്രൈവ് ചെയ്യാവുന്നതിൻ്റെ ഉണ്ടെങ്കിൽ, എന്തുകൊണ്ടത് ജെനുവൻ പിന്നെ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കിക്കൂടാ? അത് നമ്മുടെ പിന്നെ ലിറ്റററി പബ്ലിഷിംഗ് ഉൾപ്പെടെയുള്ളതിൽ കൊണ്ടുവന്നുകൂടാ എന്നൊരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. സക്സസ്ഫുൾ ആയി. ഒരിക്കൽ അങ്ങനെ 1.5 ലക്ഷം കോപ്പിക്ക് മേളിൽ വിറ്റു. പക്ഷെ അങ്ങനെ അല്ലാതെ കിടന്നിരുന്നൊരു പുസ്തകത്തെ അതൊരു പുതിയ തലമുറ, എനിക്കൊന്ന് എൻ മോഹൻ്റെ ഒരു പുസ്തകം ശരിക്കും അദ്ദേഹം എഴുതാൻ തയ്യാറെടുത്തിരുന്ന ഒരു ആത്മകഥയ്ക്കൊരു ആമുഖം പോലെ തുടങ്ങിയൊരു സാധനമാണ്. പിന്നെ ഒരു വർക്കാണത്. ആ വർക്ക് പിന്നെ അത് പിന്നീട് അത് ഉപേക്ഷിട്ടെന്ന് വേണമെങ്കിൽ പറയാം. 10-12 ഇറക്കാതിരിക്കുകയും അതുവരെ കുറച്ച് കോപ്പികൾ മാത്രം വിൽക്കുകയും ചെയ്ത ഒരു പുസ്തകം, വായിക്കപ്പെടുകയും ചെയ്ത ഒരു ശരൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അതിൻ്റെ അകത്ത് കാരണം എൻ മോഹൻ്റെ കഥകൾ പോലെ തന്നെ സുന്ദരമാണ് ഇതിൻ്റെ അകത്ത്, വൈകാരികമായിട്ട് തന്നെ. അന്നേരം പിന്നെ അത് മനോരമയിലാണെന്ന് തോന്നുന്നത്. അന്ന് പിന്നെ ഒരിക്കലിൻ്റെ ഒരു ഭാഗം വന്നിരുന്നു, രാഗങ്ങൾക്ക് കൊണ്ടൊരു കാലം എന്നും പറഞ്ഞു. അതാണ് പിന്നെ ഒരിക്കൽ എന്നും പറഞ്ഞ പേരിലോട്ട് വന്നത്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന്. അന്നേരം അതിൽ ചെറുപ്പക്കാർക്ക് കാണാവുന്ന ശരൺ ചെയ്തത് ഈ പുസ്തകം തൃശ്ശൂർ ഒരു ബുക്ക് ഫെയർ നടക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക, അവിടെ കോപ്പി ഇല്ലാതിരിക്കുകയും ചെയ്യും. പിന്നെ തൃശ്ശൂർ നമ്മുടെ കടയിൽ പോയി തപ്പിയെടുക്കുകയും ചെയ്യും. എന്നാൽ പുള്ളിയുടെ പുള്ളിക്ക് എവിടെയോ അത് വായിക്കണമെന്നൊരു മോഹം വന്നു. ഇന്ന് അതൊരു അഡ്വക്കേറ്റാണ്, അടുത്തിടയ്ക്ക് എൻറോൾ ചെയ്തു. ശരൺ അത് ഇന്നത്തെ തലമുറ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കണ്ണിയായിട്ടൊരു അംബാസഡറായിട്ട് മാറി. കാരണം അതിൽ പിന്നെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും വലിയ പിന്നെ മോഹത്തെക്കാൾ വലിയൊരു കണ്ടന്റിനെ ഉപയോഗിച്ചപ്പോൾ, കാരണം എനിക്കത് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഒരു ജനറേഷനിൽ എൻ മോഹൻ എഴുതിയേക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ഒരു ചെറുപ്പക്കാർക്ക് ഭയങ്കര ഹരമായിട്ട് വരാവുന്ന. കാരണം ഇന്നത്തെ അവരുടെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ തേച്ചിട്ട് പോയൊരു സ്ത്രീയെ പിന്നെ ഒരു നന്ദി പറയുക എന്ന് പറയുന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു എനിക്ക് നമ്മുടെ ജനറേഷനുകൾ കുറച്ചും കൂടെ ഇന്നസെന്റ് ആയിരിക്കും ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അവരിൽ ഇത് ഭയങ്കരമായിട്ട് ഒരു ഇത് വർക്ക് ചെയ്യുകയും ചെയ്ത്, ആ വർക്ക് ചെയ്തത് അത് പുള്ളി ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു പുസ്തകത്തിന് വലിയ പ്രൈസ് ഉപയോഗിക്കാൻ നമുക്ക് പഠിച്ചു. അത് പിന്നെ ഒരു ശരണിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാവുന്നത് ഒരു KLFന്റെ സമയത്ത് തന്നെ ഇട്ടിക്കോര ഉൾപ്പെടെയുള്ള പല പുസ്തകങ്ങൾക്ക് ഇട്ടിക്കോരയുടെ ഒരു സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കാണുന്നത് അടുത്ത 2 മാസം 5000 കോപ്പി വെച്ച് അടിക്കാന്ന്, പ്രിന്റ് ചെയ്യാന്നുള്ള. കാരണം ഇതിൽ ഒരു നല്ല ഭാഗവും ഞാനൊരു പുസ്തകം എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കൾട്ടായിട്ട് മാറിയത് ഇട്ടിക്കോര എനിക്ക് തോന്നുന്നു ഒരു കൾട്ടിൽ നിന്നുകൊണ്ട് തന്നെ കുറെ ചെറുപ്പക്കാർ പിന്നെ ഇത് ആരാധിക്കുന്നു, കുന്നംകുളം പോകാൻ തയ്യാറാവുന്നു. അന്നേരം ഇതിനൊക്കെ
ഇതിന് ദർ ഇസ് എ മാർക്കറ്റിംഗ് ആസ്പെക്ട് ടു ഓൾ ഓഫ് ദിസ് വിച്ച് വി ഡോണ്ട് സി. നമ്മൾ കാണാത്ത ഒരു സാധനം ഇവർ കാണുന്നു എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് വി ആർ ഏബിൾ ടു ഐഡന്റിഫൈ, നമുക്ക് കാണാൻ അല്ലെങ്കിൽ കാണാൻ പറ്റിയെന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഉള്ളത്. അത് പിന്നെ അത് നമ്മൾ പിന്നീട് കൃത്യമായിട്ട് പല പുസ്തകങ്ങളും ഈ ചെറുപ്പക്കാരിലോട്ട് എത്തിക്കാൻ വെച്ചു. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ 2 ക്യാമ്പയിൻ ചെയ്തു. ഈ 2 ക്യാമ്പയിൻ വഴി നമ്മൾ ഏതാണ്ട് ഒരു 1.5 ലക്ഷം ചെറുപ്പക്കാരെ ഈ നമ്മുടെ സ്ഥിരം വായനക്കാരാക്കി. അന്നേരം അത് കാരണം ബിലോ 35 അല്ലെ ബിലോ 30 നമുക്ക് ഇത്രയും പേരെ കിട്ടുക എന്ന് പറയുന്നത് വായനയിലോട്ട് കൊണ്ടുവരാൻ പറയുക പിന്നെ പറയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമ്മൾ ഒരുപക്ഷെ അത് പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് ഒരു സൗജന്യമായിട്ട് നമ്മളെ പലരുടെ ബഷീറിൻ്റെയും അല്ലെങ്കിൽ പലരുടെയും കഥകളുടെ ഒരു കളക്ഷൻ ആയിരിക്കും പിന്നെ ഇതായിട്ട് കൊടുത്തിരുന്നത്. പക്ഷെ അത് അവർക്കൊരു തുടക്കത്തിന് കാരണമായി. പിന്നെ നമ്മൾ അവരെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇവർ പലപ്പോഴും ഈ പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. അന്നേരം നമുക്കിപ്പം പ്രേമലേഖനം ഇന്നും വളരെ പ്രസക്തമായിട്ട് വായിക്കാവുന്ന സാറാമയും കേശവനൊക്കെ വായിക്കാവുന്ന ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ ഓരോ പുസ്തകം എടുത്താലും ഇങ്ങനെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരുപക്ഷെ പഴയകാലത്ത് മുട്ടത്തുവർക്കിയെ പറ്റി നമ്മൾ പറയുമ്പോൾ മുട്ടത്തുവർക്കിയുടെ ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ ഒരു നല്ലൊരു പിന്നെ ഒരു സമൂഹത്തെ വാനിലോട്ട് കൊണ്ടുവന്നെന്ന് പറയുന്ന പോലെ തന്നെ പലപ്പോഴും ഇവര് പിന്നെ യങ്സ്റ്റേഴ്സും പലതും പല പുതിയ വായനയും അല്ലെങ്കിൽ ഒരു ഇപ്പം വായിച്ച അവിടുന്ന് പിന്നെ ഒരു കുറച്ചും കൂടെ അടുത്ത ലെവൽ ഓഫ് റീഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ ലിറ്റററി ഫിക്ഷനിലോട്ട് കയറുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മലയാളിയുടെ പിന്നെ ഒരു രീതിയിലോട്ട് വരുന്ന ഓരോ മലയാളി ഞാൻ പറഞ്ഞ ഈ ഒരു ജനറേഷനെ പറ്റി നമുക്ക് പിന്നെ ആശങ്ക വേണ്ടെന്ന് പറയാനാ. പലപ്പോഴും ഇവർ അടുത്ത ലെവലിലോട്ട് വരുന്ന ഒരു ഇതുണ്ട്. ഇതിനെ കുറച്ച് കാണണ്ടാവും, ബേസിക് ലെവൽ വായന അങ്ങനെ കുറച്ച് കാണും. നമ്മളൊക്കെ വായിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ്. വളരെ സാധാരണ പുസ്തകങ്ങൾ വായിച്ചിട്ടാണല്ലോ വരുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചർ എടുത്താൽ പോലും ഇപ്പൊ അങ്ങനെ തന്നെ വരുന്നത്. ചേതന പോലുള്ളവരുടെ വർക്കുകൾ, അമീഷ് പോലുള്ള പുസ്തകങ്ങളിൽ നിന്നാണല്ലോ മറ്റേതിലേക്ക് വരുന്നത്. ഇതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്യോർലി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിൽ വരുന്നതിനെ പലപ്പോഴും അത് എവിടെയെങ്കിലും കൊണ്ട് അത് സ്റ്റക്കാവും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ആ ഒരു തോന്നലുണ്ട്. അത് നമ്മൾ അതിനെ പക്ഷെ നമുക്ക് ആ ഒരു ട്രെൻഡിനെ നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ തന്നെ നല്ല വായന കിട്ടിയ പല പുസ്തകങ്ങൾ 4 ലക്ഷം കോപ്പിയൊക്കെ വിറ്റ ചില പുസ്തകങ്ങളുണ്ട്. അത് എൻ്റെ ഒരു തോന്നൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരു പക്ഷെ അടുത്ത നമ്മൾ അതിൽ നിന്ന് വായിച്ചവരെ കുറേ പേരെ ട്രാക്ക് ചെയ്തപ്പോഴും അല്ലെങ്കിൽ അവർ പിന്നീട് മറ്റു വായനകളിലോട്ട് വന്നു എന്നുള്ളതാണ്. അത് ഓൾസോ എൻകറേജിങ് എന്നുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കരുതിയാൽ. മറ്റു കാര്യം ഇപ്പം ലോക നിലവാരം, മലയാളിയുടെ വായന ലോക നിലവാരത്തിലുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ കണ്ടെത്തുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. പബ്ലിഷിങ്ങിലും മലയാളി ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു അതെന്തൊക്കെയാ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാമോ? ശരിക്കും പബ്ലിഷിംഗ് ഈസ് അറ്റ് എ ക്രോസ് റോഡ്സ് ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ക്രോസ് റോഡിൽ തന്നെയാണ് പബ്ലിഷിംഗ് നിൽക്കുന്നത്. നമ്മൾ പല MNC പബ്ലിഷേഴ്സ്, ഇപ്പോൾ പെൻഗ്വിൻ ഉൾപ്പെടെയുള്ള പബ്ലിക്കേഷൻ അല്ലെ ഹാപ്പർ ഉൾപ്പെടെ എടുത്താൽ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് പിന്നെ വെയർ ഹൗസും എല്ലാം ഉള്ള ഒരു സംവിധാനമാണ് ഡൽഹിയിലും മറ്റും കണ്ടിട്ടുണ്ടാവില്ല. അതിപ്പം നേരെ അത് പകുതിയും 4-1 ആക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വന്നു വെച്ചാൽ പ്രിൻറ്റിങ്ങിൽ വന്നൊരു വിപ്ലവം വളരെ വലുതാണ്. അത് ഉദാഹരണത്തിന് ഇപ്പം പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന മെഷീൻസ് നമ്മൾ പെട്ടെന്ന് അവർക്ക് 1 കോപ്പി 2 കോപ്പി അടിക്കുമ്പോൾ പതുക്കെ ചെയ്യുന്നൊരു പ്രക്രിയയാണെന്ന് നോക്കി. ഇത് ഒരു പിന്നെ ഓഫ്സെറ്റിൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് മെഷീനിൽ അടിക്കാവുന്ന അതേ സ്പീഡിൽ 1 കോപ്പി അടിച്ച് മാറാവുന്ന ഒരു കൾച്ചറിലോട്ട് ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രസാധകർ ചെയ്യുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിലെ പ്രധാനപ്പെട്ട പ്രസാധകരുടെ ഇന്ത്യൻ പ്രതിനിധികൾ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രസാധകർ ചെയ്യുന്ന എല്ലാ ബുധനാഴ്ചയും പിന്നെ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ ബുക്ക് സെല്ലേഴ്സിനോ കിട്ടുന്ന പുസ്തകങ്ങൾ ഒരു 20 കോപ്പി ആയാലും 10 കോപ്പി ആയാലും 5 കോപ്പി ആയാലും ഓർഡർ കൊളക്ട് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ള. ബുധനാഴ്ച ദിവസം അത് പ്രസിപ്പും അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ പറ്റുമെങ്കിൽ എല്ലാവർക്കും എത്തുന്നത്. ഇപ്പം ഈ ടൈറ്റിലുകൾ എന്ന് വെച്ചാൽ പുസ്തകങ്ങളും ടൈറ്റിലുകളും തമ്മിലുള്ള വ്യത്യാസം പിന്നെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഈ ടൈറ്റിലുകൾ ഒരു പക്ഷേ നമ്മളൊക്കെ ഒരു 60 ടൈറ്റിൽ നമ്മൾ റീപ്രിൻ്റ് അടിക്കുകയായിരുന്നെങ്കിൽ അത് 500-1000 കോപ്പി അടിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ 300 അല്ലെങ്കിൽ 500 പുസ്തകങ്ങൾ റീപ്രിൻ്റ് ഒരു മാസം അടിക്കുന്നുണ്ട്. എല്ലാ പുസ്തകത്തിൻ്റെയും ലൈഫ് എൻഷുർ ചെയ്യാൻ എവറി ടൈം. അത് ഇനി ഒരു വർഷം കൂടെ എടുക്കും നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എത്താൻ. അതൊരു വലിയ സാധ്യതയാണ്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ പുസ്തകങ്ങളുടെയും ഇപ്പം നമ്മൾ 60-ൽ നിന്ന് 500-ലോട്ട് പോകുമ്പോൾ സ്കെയിൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും.
പക്ഷെ അതിൻ്റെ കോപ്പികൾ കുറച്ചായിരിക്കും വേണ്ടത്, ചിലത് കൂടുതലായിരിക്കും വേണ്ടത്. ഇത് അച്ചീവ് ചെയ്യാൻ ഇന്ന് പ്രസാധനത്തിൽ സാധിച്ചിട്ടുണ്ട് വേൾഡ് ഓവർ. നമ്മൾ പതുക്കെ കയറി വരുന്നുള്ളെങ്കിലും, പതുക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ഫുള്ളായിട്ട് അങ്ങ് അക്സെപ്റ്റഡ് ആയിട്ടില്ല. പക്ഷേ എല്ലാ പബ്ലിഷേഴ്സും ട്രൈ ചെയ്യുന്നുണ്ട്. യു ആർ റെഡി വിത്ത് ഇറ്റ്. വി ആർ ടോട്ടലി റെഡി വിത്ത് ഇറ്റ്. നമ്മളൊരു അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 80 to 90% അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണുള്ളത്. അത് ഒരു പുസ്തകം കാത്തൊരു വായനക്കാരൻ ഇരിക്കേണ്ട കാര്യമില്ല. എനിത്തിങ് അവൻ ഡിമാൻഡ് ചെയ്താൽ പുസ്തകം അവൈലബിൾ ആണ്. അതൊരു പുതിയ അതെ. ടെക്നോളജിയുടെ ആ ടെക്നോളജിയിലൂടെ പ്രസാധനം വളരുന്നു എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അന്നേരം ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് ഇതിൻ്റെ ഒരു വെയർഹൗസിങ്ങിൻ്റെ സാധ്യത, ഇതൊക്കെ നമുക്ക് പല എക്കണോമിക്കൽ ആവും. കാരണം ഒരു പുസ്തക വിൽപ്പനയിൽ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറഞ്ഞാൽ, ചാലഞ്ച് എന്ന് പറയുന്നത് റെൻ്റൽസ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന വ്യക്തികളുമായിട്ടൊക്കെ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു കാര്യം, എൻ്റെ ഒരു പുസ്തകം ഈ കടയിൽ വെക്കാവും ചോദിക്കുമ്പോൾ അതിന് എനിക്ക് തോന്നുന്നു താങ്കൾക്കും അത് തന്നെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരു കൊച്ചിനെ ഏർപ്പെടുത്തി കൊടുക്കുന്ന വാടകയെ പറ്റി പറയാതിരിക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു മോളിൽ കൊടുക്കുന്നത് ഓരോ സ്ക്വയർ ഫീറ്റും നമുക്ക് സ്വാതന്ത്ര്യമില്ല അത് വെക്കാൻ. അതിനപ്പുറത്തോട്ട് ഒരു കൺവേർഷൻ ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഇഷ്യൂ ആണ് ഇപ്പം പ്രസ്ഥാനത്ത് പബ്ലിഷിങ്ങിനെ ഇത് ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം ഓൺലൈനിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഓൺലൈൻ ഒരു വലിയ ചാലഞ്ച് നേരിടുന്ന ഒരു സമയമാണ്. അതാണ് അടുത്തൊരു ചോദ്യം. ഓൺലൈൻ എന്താണ്? ഓൺലൈൻ നമ്മളൊക്കെ ഒരു സാധ്യതയാണോ ഒരു വെല്ലുവിളിയാണ്? ഇപ്പോൾ ഒരു വെല്ലുവിളിയാണ്. നമ്മളൊക്കെ കോവിഡിന് ശേഷം 10x ഗ്രോ ചെയ്തു ഓൺലൈനിൽ. അതൊരു വളരെ നല്ലൊരു റോബസ്റ്റ് മോഡലായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഡിസ്മാൻഡിൽ ചെയ്യാതെ, അതെന്നു ചോദിച്ചാൽ ഇൻസ്റ്റ പോലുള്ള പുതിയത് വന്നപ്പോഴത്തേക്ക്, ഇൻസ്റ്റയും ബ്ലിങ്കറ്റ് പോലുള്ള ഒരു സാധനം വരുമ്പോൾ ഇപ്പുറത്ത് ഓൾറെഡി പോർട്ടർ പോലുള്ള സർവീസസ് ഉണ്ട്. അന്നേരം ആർക്കെങ്കിലും ഒരു പുസ്തകം വേണമെങ്കിൽ, പണ്ട് നമ്മൾ പറഞ്ഞ വായനശാലയിലാണെങ്കിൽ ഒരാൾ വായിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ആ പുസ്തകത്തിന് വെയിറ്റ് ചെയ്യുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അഫോർഡ് ചെയ്യാമെന്നൊരു തീരുമാനമായി. പിന്നെ ബ്രിക്ക് ആൻഡ് മോർട്ടർ സ്റ്റോർ വേണ്ട, ഓൺലൈനാണ് പിറ്റേ ദിവസം കിട്ടും, പക്ഷേ എല്ലാ ടൈറ്റിൽസും കിട്ടുമെന്നായി. ഇപ്പോൾ ഓൺലൈനിൻ്റെ വന്നിട്ട് അവർ പറയുന്നത് അത് വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല, എനിക്ക് ഇന്നിറങ്ങിയ ഒരു പുസ്തകം ഇന്ന് തന്നെ കിട്ടണമെന്ന് പറയുന്നു. അങ്ങനെ ഓരോ അതിൻ്റെ ഒരു ഡിഫറെൻ്റ് അവന്യൂസ് അല്ലെങ്കിൽ മോഡ്സ് അത് കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിപ്പോൾ വലിയൊരു ചാലഞ്ചാണ്. കാരണം നമ്മളെപ്പോൾ അത് ഒരു സൈഡിലൊരു അസറ്റുമാണ്, മറ്റേ സൈഡിലൊരു ബാഗേജുമാണ്. അന്നേരം ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വരിക, കസ്റ്റമർ ഡിമാൻഡ്സ് അനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു മൊത്തം കൈകാര്യം ചെയ്യുന്ന മോഡലും മാറുകയാണ്. അതാണ് ഇപ്പോൾ ഒരു പുതിയ ചാലഞ്ച് ഞങ്ങളിപ്പം ഒരു പരീക്ഷണം നടത്താൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. പബ്ലിഷിങ്ങിലുള്ളൊരു ഇപ്പോൾ പെൻഗിനൊക്കെ ഓദർലെസ് പബ്ലിഷിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറെ രീതിയിലേക്ക് പോകാൻ പോകും. ആർട്ട് ഓഫ് ലേസിനെസ് എന്ന് പറയുന്ന പുസ്തകം ഒരു ഓദർലെസ് പബ്ലിഷിംഗ് ധാരാളം വിൽക്കുകയാണ്. ഓദർലെസ് പബ്ലിഷിംഗ് ബുക്ക് വരികയും അത് ബെസ്റ്റ്സെല്ലറാവുകയും ചെയ്യുന്നതാണ്. എന്താണ് അങ്ങനെ ഈ ഓദർലെസ് പബ്ലിഷിംഗ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ്? സോ ക്രിയേറ്റിവിറ്റിയെ ഏതെങ്കിലും രീതിയിൽ തള്ളി മാറ്റിക്കൊണ്ട് പബ്ലിഷിംഗ് പോകുന്നു എന്നുള്ളത് എനിക്കങ്ങനെ തോന്നുന്നത്. നമ്മളങ്ങനെ എന്താ ചെയ്യുന്നത് രവി? നമുക്ക് അങ്ങനൊരു ചിന്തയില്ല. കാരണം ഓതർ ഈസ് ദ കിങ്. ഓതർ ഈസ് ദ കിങ് എന്നുള്ളത് തന്നെ. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്ന പല പബ്ലിഷേഴ്സും അവരുടെ ബാലൻസ് ഷീറ്റാണ് അവരെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. ആ ബാലൻസ് ഷീറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ഒരു X% പ്രോഫിറ്റിലോട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലോസിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഓദർലെസ് പബ്ലിഷിംഗ് വരുന്നു എന്നുള്ളതാണ്. അത് ഓദർലെസ് പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ 2-3 രീതിയിലാകും. വൺ ഈസ് ടെക്നോളജി ഡ്രിവൺ ആകാം. 2 ഒരു ചിൽഡ്രൻസ് ബുക്സിൻ്റെ ഒരു വേൾഡ് ഓവർ ചിൽഡ്രൻസ് ബുക്സ് ആണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഷോണർ. അല്ലെങ്കിൽ അതിൽ ഒരു 50% ലിറ്ററലി ഓദർലെസ് ആണ്, റീക്രിയേഷൻസ് ആണ്. അത് ഒരു കോപ്പി പേസ്റ്റും അല്ലെങ്കിൽ അല്ലാത്തൊരിതാണ്. എന്നാൽ ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു അർത്ഥം കൂടെ അതിൻ്റെ അകത്ത് അവർ പറയുമ്പോൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ പല പ്രസാധകരും മിഡിൽ ഈസ്റ്റിലും ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ യൂറോപ്പിൽ ഇറക്കുന്ന പോലെ തന്നെ പുസ്തകങ്ങൾ ഇറക്കുന്നു പറയുമ്പോൾ അത് ഓൾറെഡി ട്രൈഡ് ആൻഡ് എക്സ്പെരിമെൻറ്റ്, ഈ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് പോലും ട്രൈഡ് ആൻഡ് എക്സ്പെരിമെൻറ്റഡ് ആണ് യൂറോപ്പിലും യുഎസിലും എല്ലാം. കാരണം അതിനെ ഒരു പബ്ലിഷിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറയേണ്ടതില്ല. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചാണ് പരിഭാഷയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ലോകത്തിലെ ഏത് ഭാഷയിൽ ഇറങ്ങിയ കൃതിയായാലും മലയാളിക്ക് എത്രയും വേഗം കിട്ടുക എന്ന് പറയുന്നത് സാധ്യമാക്കുന്ന ഒരു DC ബുക്സ് ചെയ്യുന്നുണ്ട്. പരിഭാഷയുടെ സംസ്കാരം മലയാളത്തിൽ ധാരാളമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 300-ലധികം
ബംഗാളി കൃതികൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത്രയധികം മലയാള കൃതികൾ ഒരിടത്തും പോയിട്ടുണ്ടാവില്ല. എന്താണ് പരിഭാഷയിൽ നേരിടുന്ന ചലഞ്ചസ്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എടുത്താൽ ഏറ്റവും വലിയ ചാലഞ്ച് ട്രാൻസ്ലേഷന് നല്ല ട്രാൻസ്ലേറ്റേഴ്സ് കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. രണ്ട്, ട്രാൻസ്ലേറ്റേഴ്സ് നേരിടുന്ന ഒരു ചലഞ്ച് പ്രോപ്പറായിട്ട് പിന്നെ അതിന് റെമ്യൂണറേഷൻ പോസിബിൾ അല്ലെന്നുള്ളതാണ്. അന്നേരം ഇതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ടെക്നോളജി ഒരു വലിയ ഒരു സ്പോയിലറായിട്ട് നിൽക്കുന്നതിലൊന്നെന്ന് വെച്ചാൽ ഇപ്പം AI ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ എണ്ണം കുറവല്ല. അതൊരു അപകടകരമായിട്ടുള്ള കാരണം ഈ വലിയ ചലഞ്ചാണ് അത്. കാരണം ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ടോണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രദേശം ഇതൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ. അന്നേരം കാരണം അതൊരു ചെറുതല്ലാത്ത ചലഞ്ചാണ്. കാരണം നമ്മൾ മറ്റ് ട്രാൻസ്ലേഷൻ പറ്റി കളിയാക്കുന്ന ഒത്തിരി മിസ്റ്റേക്സ് വരുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ നോൺ ഫിക്ഷൻ പറയുമ്പോൾ വിൻഡോസ് പറയുമ്പോൾ അതിന് ഒക്കെ കൊടുത്തേക്കുന്നത് അതൊക്കെ ഒരു പഴയകാലത്തിൻ്റെ ഒരു തമാശ എന്ന് പറയാമെന്നുള്ളൂ. പക്ഷേ ഇന്ന് ടെക്നോളജിയെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്ത് ട്രാൻസ്ലേഷൻ കൊണ്ടുവന്നിട്ട് അതിൽ ഫൈനൽ എഡിറ്റ് ചെയ്യുന്നു ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ചിലരെങ്കിലും ഒരു വളരെ ചെറിയ വിരലെണ്ണാവുന്നവരാണെങ്കിൽ പോലും അതിലോട്ട് തുനിഞ്ഞതിൻ്റെ നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ 1 വർഷം 2 വർഷം എഡിറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമ്മളത് എന്തിനാ അവരെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളത് ചോദിക്കുന്ന അതിനേക്കാളും നല്ല നമുക്ക് ആ ഒരു എഫേർട്ട് എടുത്താൽ ഇങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഉള്ളത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും മലയാളത്തിൽ നല്ല ട്രാൻസ്ലേറ്റേഴ്സ് മലയാളത്തിലോട്ടുണ്ട്. അത് പിന്നെ ഇന്ന് ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചോളം പ്രസാദപരമായിട്ടുള്ള ഒരു ക്ലാഷ് എന്തുകൊണ്ട് അതിന് റോയൽറ്റി തന്നുകൂടെ? ഞാൻ അതിൻ്റെ ഒരു 2 സൈഡും പറയണം. ഷോർട്ട് റോയൽറ്റി തന്നുകൂടാ എന്നുള്ളതാണ്. അത് ഞാനും വിശ്വസിക്കുന്നത് നമ്മളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും വളരെ റയറായിട്ട് ചെയ്യുന്നുള്ളത് പോലും ദേ ഓൾസോ ഡിസേർവ് ഒരു പാർട്ട് ഓഫ് ദ ഏർണിങ്സ് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അത് എത്ര പേരെ കൊണ്ട് അല്ലെ എത്ര പേർക്ക് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ട്രാൻസ്ലേഷൻ്റെ മെറിറ്റ് കൂടി ഇരിക്കും. ഇത് രണ്ടിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു സംഗതിയാണ് ക്വാളിറ്റി മാറ്റേഴ്സ്. അങ്ങനെ ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ആയിരിക്കും ഫ്യൂച്ചറിൽ സർവേ ചെയ്യുന്നത്. കാരണം കുറച്ച് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താലും മതി. പക്ഷേ നല്ല ട്രാൻസ്ലേഷൻസ് ആണെങ്കിൽ വായിക്കപ്പെടും, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. അവിടെ ഒരു ചോദ്യം ഇപ്പം എന്നെ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പാമോക്ക് അല്ലെങ്കിൽ പോലോക്കോലോ ഇവരൊക്കെ ഇംഗ്ലീഷിൽ വായിക്കുന്ന ഒരു സമൂഹമാണ് മലയാളം, കേരളത്തിലുള്ളവർ മലയാളികൾ. അത് തന്നെയാണ് മലയാളത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇംഗ്ലീഷ് വായിച്ചിട്ടുള്ള ഒരു വലിയ ആൾക്കൂട്ടം കേരളത്തിലുള്ളപ്പോഴാണ് അത് തന്നെ വീണ്ടും പരിഭാഷയുടെ മലയാളത്തിൽ നിന്ന് ഇതെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടോ? എഗെയിൻ ഇറ്റ് സെൽസ് അത് വായിക്കപ്പെടുന്നുണ്ട്. ഞാനിപ്പം അതിനകത്ത് പറയാവുന്ന ചില എക്സാമ്പിൾസ് പറഞ്ഞാൽ ഫിക്ഷൻ്റെ അകത്ത് പറഞ്ഞാൽ ആൽക്കമിസ്റ്റ് തന്നെയാണ്. ഇപ്പം പിന്നെ പൗലോക്കോലോ പറഞ്ഞുകൊണ്ട് ആൽക്കമിസ്റ്റ് തന്നെയാണ്. ആൽക്കമിസ്റ്റ് എത്ര ലക്ഷം വിറ്റെന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് ഞാൻ അതിൻ്റെ അകത്ത് പറയുന്ന ഒരാൾ പോലും ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റുടെ പുസ്തകം വാങ്ങിച്ചിട്ടില്ല. വായിക്കാൻ വേണ്ടി തന്നെ വായിച്ചത്. അന്നേരം ഞാനത് പണ്ട് ഒരു 3-4 വർഷം മുമ്പ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ, അല്ല 3-4 കുറച്ച് വർഷം കോവിഡിന് മുമ്പ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ കൊച്ചി നടന്ന സമയത്ത് ഒരു IT-യിൽ നിന്നുള്ള പിന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ട്രാൻസ്ലേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ വളർന്നത്. എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും ഗ്രാഹ്യമല്ല ആയിരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വളരെ ടച്ചിങ് ആയിരുന്നത്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് മലയാള അഭിമാനത്തോടെ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചാണ് ഞാൻ വളർന്നതെന്ന് പറയുന്ന ഒരു സമൂഹം ഇന്നും കേരളത്തിലുണ്ട്. നമ്മളത് പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇംഗ്ലീഷ് വായിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണിപ്പം എന്ന് പറയുന്നിടത്ത് നിന്ന് മാർക്കറ്റിനെ വലുതായിട്ട് എഫക്ട് ചെയ്യുന്നില്ല. ഇംഗ്ലീഷിൽ അവൈലബിൾ ആണെങ്കിലും മലയാളം നമ്മൾ പക്ഷേ അതുകൊണ്ട് തന്നെ പിന്നെ സുധീർ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടി എന്നാ ചോദിച്ചാൽ കുറേ അധികം പുസ്തകം അതുകൊണ്ട് ട്രാൻസ്ലേറ്റബിൾ അല്ല എന്ന് വെച്ചാൽ കാരണം അതിന് അത്രയും ചെറിയ ഓഡിയൻസേ ഉള്ളൂ. ആ ഓഡിയൻസിന് വേണ്ടി റെയർ ബുക്സ് അവർക്ക് വേണ്ടി മാത്രം പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ട്രാൻസ്ലേഷൻ കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ലേഷൻ എഡിറ്റിംഗ് കോസ്റ്റ് അതിനേക്കാളും വലുതാണത്. അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയാൽ നല്ല ട്രാൻസ്ലേഷൻസ് ഇപ്പം പിന്നെ സെക്കൻഡ് സെക്സ് സൈമൺ ഡുബോയുടെ സെക്കൻഡ് സെക്സ് പുതിയ ട്രാൻസ്ലേഷൻ ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷോട്ട് വന്നപ്പോഴത്തേക്ക് ആകെ മാറി. കാരണം മലയാളത്തിൽ അന്ന് സെക്കൻഡ് സെക്സ് വായിച്ചവരല്ല ഇന്ന് വായിക്കുമ്പോഴുള്ളത്. അത് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം ചെമ്മീൻ പോലും അനിതാ നായർ വീണ്ടും ചെയ്തപ്പോഴത്തേക്ക് പഴയ ട്രാൻസ്ലേഷൻ നിന്ന്
ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാലത്തിൻ്റെ പ്രത്യേകത. അന്നത് അത് പ്രോപ്പറായിരുന്നു, ഇന്നിതാണ് പ്രോപ്പർ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇപ്പം മാർക്കേസിൻ്റെ കാര്യത്തിൽ എഡിറ്റ് ഗ്രോസ്മനും ഗ്രെഗറി റബാസയുടെയും ട്രാൻസ്ലേഷൻസ് ഇല്ലായിരുന്നെങ്കിൽ മാർക്കേസ് ലോകത്തിൽ അറിയപ്പെടുന്നില്ല, സണ്ണി മേത്ത പോലെ എഡിറ്ററും ഇല്ലായിരുന്നെങ്കിൽ അറിയപ്പെടുന്നില്ല എന്നുള്ളത്. അവിടെ ഒരു ചലഞ്ച്, ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ മലയാളം ട്രാൻസ്ലേഷനിലൂടെ ഞാൻ ലോകസാഹിത്യത്തെ അറിഞ്ഞെന്ന് ഒരാൾ പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു ഏത് പുസ്തകമാണ്, കുന്തേരയുടെ മറ്റൊരു നോവൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മലയാളം മാത്രം എന്ന ഒരാൾക്ക് വായിക്കാൻ കൊടുത്തപ്പോൾ അയാൾ എന്നോട് പിന്നീട് പറഞ്ഞൊരു കാര്യം, ഇതാണോടോ താൻ പറയുന്ന കുന്തേര എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുന്തേര ആ രീതിയിലല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അയാൾ തൃപ്തിയല്ല. അപ്പോൾ മലയാളത്തിലെ 2 ചലഞ്ച് ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ബെറ്റർ ട്രാൻസ്ലേഷൻസ് എൻഷുർ ചെയ്യാനുള്ള വലിയ എഫേർട്ട്. അതിൽ DC ബുക്സ് വലിയതായിട്ടൊരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അതിനൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കേണ്ടതാണ്. പിന്നെ ഒന്ന്, എഡിറ്റിംഗ് മലയാളത്തിൽ വളരെ പോറാണെന്നുള്ളൊരു വാദം പല കാലങ്ങളായിട്ടുണ്ട്. കുറേയൊക്കെ ശരിയാണെന്നാണ് എനിക്കും കരുതുന്നത്. അതിലാണ് നമ്മൾ വേറൊരു എഫേർട്ട്. ഇപ്പോൾ പെൻഗ്വിൻ പോലത്തെ ഒരു പബ്ലിഷേഴ്സ് സംബന്ധിച്ചിടത്തോളം അതിലും കുറവ് വരുന്നുണ്ട് ഇപ്പം. പക്ഷേ റിഗറസ് എഡിറ്റിംഗ് നടത്തിയിരുന്നൊരു കാലം നമുക്കറിയാം. നമ്മൾ വായിച്ച വലിയ പ്രധാനപ്പെട്ട കൃതികളെല്ലാം റിഗറസ് എഡിറ്റിങ്ങിലൂടെ വന്നതാണ്. അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഒരു എഡിറ്റിംഗ് എങ്ങനെയാണ് നടന്നു പോകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ചെറിയ ഗ്യാപ്പല്ല, വലിയ ഗ്യാപ്പുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻസ് വരുന്നതിൻ്റെ പറഞ്ഞാൽ അതിനും ആളെ കിട്ടുന്നുണ്ടാവില്ല. അല്ല, അത് നമ്മൾ പിന്നെ ഒരു DC ബുക്സ് പ്രസാദകർ എന്ന രീതിയിൽ ഒരു റെഗുലറായിട്ട് ഇന്ന ഷോണറിലുള്ള, ഇന്ന പ്രദേശത്തു നിന്നുള്ള, ഇന്ന ഓദറിനെ ഇഷ്ടപ്പെടുന്നവരെ ട്രാൻസ്ലേഷൻ ക്ഷണിക്കുന്നു വരെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സംഗതി എന്ന് ചോദിച്ചാൽ, വായന അത്തരത്തിൽ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടായിരിക്കും അവർ, പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പിന്നെ ഒരു ഗ്യാപ്പുള്ള ഒരു പ്രശ്നമാണ് ഒന്നാമത് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ എനിക്ക് തോന്നുന്നു മാർക്കേസിൻ്റെ അപരിചിത തീർത്ഥാടകരാന്ന് തോന്നുന്നു, സ്ട്രേഞ്ച് പിൽഗ്രിം, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത്, അല്ല, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ഉണ്ണികൃഷ്ണൻ ഏതാണ്ട് 3 മാസം പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ അവധി എടുത്തിരുന്നാണ് അതിനെ ഒന്ന് ഇത് ചെയ്തത്. പക്ഷെ ഇങ്ങനൊരു ക്രൗഡിനെ കിട്ടുമോ, അതൊരു റെമ്യൂണറേറ്റീവ് ആവുമോ അല്ലെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ, നല്ല ട്രാൻസ്ലേറ്റേഴ്സിനെ, നല്ല വായനയുള്ളവർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്നവരെ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് തന്നെയാണ് ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, നമ്മൾ ഇന്ന് ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് വന്നാൽ ഒരു 6 മാസം 8 മാസം എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളുമായിട്ട് ഇപ്പം കുറേയും കൂടെ ഒരു ശുഷ്കാന്തിയോടെ, വേഗതയേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ വന്നു. കാരണം ഒരു കാലം നോക്കിയാൽ സുധീർ പറഞ്ഞ പോലെ കുറേ അധികം ട്രാൻസ്ലേഷൻസിന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അതൊരു പിന്നെ യാഥാർത്ഥ്യമാണ്. അതൊരു 8-10 കൊല്ലം മുമ്പഴത്തേക്ക് കുറേ ട്രാൻസ്ലേഷൻസ് എടുത്താൽ പലതും നമ്മൾ അതിന് ശേഷം കില്ല് ചെയ്തു. അതാണ് ആ ട്രാൻസ്ലേഷൻസ് നമ്മൾ കില്ല് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് പഴയ ഒരു രീതി അല്ല ഇന്നുള്ളത്. കുറേയും കൂടെ എനിക്ക് തോന്നുന്നത് എഡിറ്റേഴ്സിൻ്റെ ഇൻ്റർവെൻഷനുണ്ട്. എന്ന് വെച്ചാൽ DC ബുക്സിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. എഡിറ്റേഴ്സിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ നന്നായിട്ട് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഈ അടുത്തിടയ്ക്കൊരു വളരെ ബെസ്റ്റ്സെല്ലറായിട്ട് പിന്നെ പോയൊരു പുസ്തകത്തിൻ്റെ ഏതാണ്ട് 60 പേജ് പലയിടത്തു നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഇൻ്റർവെൻഷൻ നടത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിലുള്ള പല പുസ്തകങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു OV വിജയനോ ഒരു സക്രിയയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ആണ് എഡിറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന വ്യക്തികൾ അവർ. കാരണം അതൊരു വലിയ ചോദ്യമാണ്. റൈറ്റേഴ്സ്, മലയാളത്തിലെ റൈറ്റേഴ്സിന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനോട് എന്ത് അപ്രോച്ച് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മുകുന്ദനെ പോലുള്ളവരൊക്കെ എഡിറ്റിങ്ങിന് സമ്മതിക്കുന്ന പുതിയ തലമുറയിൽ അവർക്ക് കൾച്ചർ ഇല്ല. അല്ല, എനിക്കത് പ്രസാദനത്തിനെ കുറ്റം പറയാനേ പറ്റൂ. എന്താ വെച്ചാൽ, ഈ ഇപ്പം ഒരു വർഷം ഒരു 5 നോവൽ എഴുതുന്ന ഒരു വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, ഒരു 5 നോവൽ എഴുതുന്ന ഒരു വ്യക്തി, കാരണം അദ്ദേഹം പിന്നെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേയുടെ സമയം ആ പുസ്തകത്തിൻ്റെ പേരിൽ കുറച്ച് റൊമാൻസും ഒരു പ്രണയവും ലസ്റ്റും ഒക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഞാൻ ഇന്ന് തരാം, പക്ഷേ എഡിറ്റോറിയൽ ബോഡി വെക്കാൻ പാടില്ല, ഇത്രാം തീയതി ഇറക്കാമെങ്കിൽ മാത്രമേ ഞാൻ തരത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പ്രസാദകരുണ്ട്. നമ്മൾ പറഞ്ഞ് പിന്നെ എൻ്റെ അടുക്കൽ വളരെ സങ്കടമായിട്ട് എഡിറ്റേഴ്സ് നമ്മൾ വി സെഡ് നോ. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു
മാധ്യമ സ്ഥാപനത്തിൻ്റെ പുസ്തകമായിട്ട് ഇതിനെ 4 ദിവസം കൊണ്ട് ഇറക്കി. ഓ അല്ല, ഞാൻ അന്നേരം പറഞ്ഞത്, ഞാനിത് പറയുന്നത് ആരെയും ഇത് ചെയ്യുന്നതല്ല. അല്ലല്ല പക്ഷേ നമുക്കൊരു എത്ര വലിയ എഴുത്തുകാരായാലും, എത്ര പിന്നെ എഴുതി വരുന്ന എഴുത്തുകാരനായാലും പുതിയ എഴുത്തുകാരനാണെങ്കിലും ഒരു 4-5 ദിവസത്തിലൊരു പുസ്തകം ഇറക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇന്ന് മലയാളത്തിൽ സുലഭമാണ്. എന്ന് വെച്ചാൽ ഒരു ഷാർജ ബുക്ക് ഫെയർ, ഷാർജ ബുക്ക് ഫെയറിൽ പിന്നെ നോക്കിയാൽ അറിയാം, അവിടെ റൈറ്റേഴ്സ് ഹാൾ എന്ന് പറയുന്നത്, എൻ്റെ പേര് റൈറ്റേഴ്സ് ഫോറം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ ഒരു വർഷം 600 മലയാളം പുസ്തകങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. അതിൽ ഏതാണ്ട് ഒരു പ്രസാധകൻ 150 പുസ്തകം, വേറൊരു പ്രസാധകൻ 80, വേറൊരാൾ 60. ഇതൊരു കോമ്പറ്റീഷനാണ്. നമ്മൾ ഇതുവരെ ഒരു പുസ്തകം പോലും ഇവിടെ പ്രകാശിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഈ 18-20 വർഷത്തിനിടയ്ക്ക് പറയുമ്പോൾ തന്നെ കുറേ ഇതെല്ലാം ഏതാണ്ട് 3-4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു. അന്നേരം മൊത്തം പ്രസാധനം കൊടുത്താൽ മഷി പരണ്ട് ഇപ്പുറത്ത് വരുന്നതാണ് പ്രസാധനം എന്ന് വരുന്നൊരു കൾച്ചറിലോട്ട് നമ്മളിപ്പം ജനറേഷനും എഴുത്തും ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും പറയുന്ന പോലെ തന്നെ ഒരു ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട്. 4-5 ദിവസം. അത് പിന്നെ ഇതിൻ്റെ അതൊരു വലിയൊരു തമാശയുണ്ട്. ഷാർജ ബുക്ക് ഫെയറിൽ ഞാൻ ഈ വർഷം പോയപ്പോഴാണ് അവിടെ ഒരു പ്രസാധകനോട് ഒരു എഴുത്തുകാരൻ ചോദിക്കുന്നത് കേട്ടു, എനിക്കൊരു പുസ്തകമുണ്ട്, എനിക്കത് ഷാർജ ബുക്ക് ഫെയറിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഷാർജ ബുക്ക് ഫെയർ നടക്കുമ്പോഴോ ഈ വർഷം വേണോ അടുത്ത വർഷം വേണോ? അല്ല, അന്നേരം അത് വളരെ സിമ്പിളാണ് അവരെ സംബന്ധിച്ചോളം. ഇത് മഷിപെട്ട് ഇറക്കുക എന്നുള്ള. അന്നേരം ഇത് തമ്മിൽ പിന്നെ നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു രീതിയിലോട്ട് വീണ്ടും ഇത് തിരിച്ചു വരും എന്നൊരു വരണം. വന്നില്ലെങ്കിൽ ശരിയാണ്. അല്ലെങ്കിൽ മലയാള പബ്ലിഷിങ്ങിന് വരുന്ന ഒരു വലിയ ചലഞ്ചാണ്. അതിപ്പോഴുണ്ടത്. നമുക്ക് പോലും വായനക്കാരൻ എന്ന രീതിയിൽ ഞാനിപ്പോൾ ആഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കണമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. കാരണം ഇത് അറിഞ്ഞുകൂടാ നമുക്കിത്. എഴുതുന്നതെല്ലാം പുസ്തകമാവണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പുസ്തകമാവണം എന്നുള്ളതല്ല. അപ്പോൾ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ശത്രുക്കളുള്ളതും പുസ്തകം പബ്ലിഷ് ചെയ്യാത്തവരാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു മാനുസ്ക്രിപ്റ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ കത്തുകളും എൻക്വയറിയും 10,000-കണക്കിനോ എന്ന് പറയാവുന്ന രീതിയിലാണ് കിട്ടുന്നത്. കാരണം ഓബിയസ്ലി ബീയിങ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദ മാർക്കറ്റ് ലീഡർ, ഈ ഒരു എൻക്വയറി വരും. കാരണം നമ്മൾ ടേൺ ഡൗൺ ചെയ്യുന്നത് 98% ആയിരിക്കും. 2% ആയിരിക്കും അക്സെപ്റ്റൻസ് റേറ്റ്. അന്നേരം ഈ 2% വരുമ്പോൾ ബാക്കി 98% ശത്രുക്കളായി. അതെ, ഇത് അടുത്ത ഒരു ഇതാണ്. ഇപ്പം മലയാളത്തിലെ എഴുത്തുകാരാവുക എന്ന് പറയുന്നതിൻ്റെ എണ്ണം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എണ്ണം അത്രമാത്രം കൂടിയിട്ടുണ്ടോ? ഇത് ഒരു എനിക്ക് പിന്നെ റെസ്പെക്റ്റ് ആണെങ്കിൽ എല്ലാവരും ഇത് എന്ന് വെച്ചാൽ പണ്ട് ഡോക്ടറേറ്റ് കിട്ടുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. ഇന്ന് എഴുത്തുകാരനാൻ വേണ്ടി ഗോസ്റ്റ് റൈറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു പക്ഷേ നമുക്കത് നോൺ ഫിക്ഷൻ അത്യാവശ്യം ഗോസ്റ്റ് റൈറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നുണ്ട്. പക്ഷെ ഫിക്ഷനും കവിതയും ഗോസ്റ്റ് റൈറ്റ് ചെയ്യാൻ ആളുണ്ടെന്ന് പറയുന്നിടത്തോട്ട് വരുന്ന ഒരു സാഹചര്യം ഭയങ്കര. ഇപ്പം ഈയിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചർച്ചകൾ വരുന്നുണ്ട്. അതൊരു വളരെ പിന്നെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും അതിനകത്തൊരു വളരെ പോസിറ്റീവായ സംഗതി, പുസ്തകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരനാവുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ സമ്മതിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പ്രധാനമന്ത്രി ആയാലും എന്നാലും ഒരു എഴുത്തുകാരനാവുക എല്ലാവർക്കും എക്സാമ്പിൾ പറഞ്ഞു. അതൊരു വലിയ സംഭവമാണ്, അതൊരു വലിയ കാര്യമാണ്. മറ്റൊരു വലിയ പ്രശ്നം പ്രസാധക രംഗം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എനിക്കറിയാം പൈറസിയാണ്. അത്ഭുതപ്പെടുന്ന രീതിയിൽ പൈറസി മാർക്കറ്റിൽ വരികയാണ്. ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ടെക്നോളജി ഉണ്ടാക്കിയ മറ്റൊരു സാധ്യത. ഒരു 15-20 കൊല്ലം മുന്നേ പൈററ്റഡ് ബുക്സും അല്ലാത്ത പുസ്തകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും, വായനക്കാരന് തിരിച്ചറിയാൻ പറ്റും. ഇന്നത് സാധ്യമല്ല. എന്താണ് അതിൻ്റെ അകത്തുള്ള ചലഞ്ചസ്? ചലഞ്ച് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടൊരു ഇച്ഛാശക്തി കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ്റുകളുടെ ഇച്ഛാശക്തി ഇല്ലാത്തത് ഇതിൻ്റെ അകത്തൊരു വലിയ കുഴപ്പമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് ഓഫീസിൽ സെയിൽസിലൊരു ചർച്ച ഉണ്ടായ, സെയിൽസിൻ്റെ ടീമിൻ്റെ അകത്തൊരു ചർച്ച ഉണ്ടായി. അവർ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്കിനി നീൽസൺ ബുക്ക് സ്കാനിന് ഡേറ്റ കൊടുക്കണ്ട. നീൽസൺ ബുക്ക് സ്കാനിന് ഡേറ്റ കൊടുത്ത ആദ്യത്തെ ടോപ്പ് 10-ൽ ഓൾ ഇന്ത്യ ലെവലിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 10 വന്നാൽ നമ്മുടെ പുസ്തകം പൈററ്റഡ് ആവും. അതോടെ പ്രശ്നം. അത് പ്രശ്നം. അന്നേരം കഴിഞ്ഞ വർഷമൊക്കെ അറിയാം, നമുക്ക് 16 ആഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ 4-5 പുസ്തകം മലയാളത്തിൽ നിന്ന് മാത്രം, മൊത്തം ഉള്ളതിൻ്റെ അകത്ത് 10 ഇംഗ്ലീഷാണ് ബാക്കിയില്ലെങ്കിൽ മലയാളത്തിൽ ഒരു 16 ആഴ്ചയോളം 4 പുസ്തകങ്ങൾ നിന്നൊരു കാലമുണ്ട്. ആ 4ഉം പൈററ്റഡായി. ഈ പൈററ്റഡാകുന്നത് കേരളത്തിൽ വരുന്ന നമ്മൾ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചോ അല്ലെങ്കിൽ ഇതൊക്കെ നിൽക്കാം. കാരണം ഇത് ക്രിമിനൽ കുറ്റമാണ്. ജയിലിൽ പോയാൽ അത് പ്രശ്നം ഉണ്ടാകാവുന്ന ഇതാണ്. വളരെ നാൾ
ജയിലിൽ കിടക്കാവുന്ന ഒരു കുറ്റമാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ നമുക്കിത് ലിമിറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ പുസ്തകം അടിച്ചു വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഈ പിന്നെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ റാം കെയർ ഓഫ് ആനന്ദി അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ അങ്ങനെ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഈയിടെ ഖദീജ എന്ന് പറഞ്ഞൊരു പുസ്തകം, അല്ലെങ്കിൽ കുഞ്ഞുകാര്യങ്ങളോടെ തമ്പുരാൻ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഇങ്ങനെ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് വന്ന പുസ്തകങ്ങളെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു 4-5 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകങ്ങളെല്ലാം പൈററ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ ഇത് അവർ അടിക്കുന്നതിൻ്റെ ഫോണ്ട് പോലും തെറ്റാണ്, കുറേ പേജുകളില്ല. പക്ഷേ 5000-10,000 കോപ്പി അടിച്ചിട്ട് ഓൺലൈൻ സ്റ്റോറി വിൽക്കുകയാണ്. ഇതിന് ഓൺലൈൻ സ്റ്റോറുകാർ ഒറ്റ തീരുമാനം എടുത്താൽ മതി. കാരണം അതിനൊരു പാൻ നമ്പർ ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇത് കൊടുക്കത്തില്ല. ഇപ്പം ഇന്ന് ഓഫാക്കുന്ന സാധനം പിറ്റേ ദിവസം വേറൊരു പേര് വരും. ഒരു 70 തവണ തന്നെ ഒരാൾ പല പേര് വന്നിട്ടുണ്ട്. ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലെ ഫ്ലിപ്കാർട്ടിലും പിന്നെ വേറെ മീഷോ എന്ന് പറയുന്ന സൈറ്റിലൊക്കെ. എന്നാൽ ഇത് വളരെ വലിയൊരു ശാപമാണ്. കാരണം ഇവരും ഒന്നല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോഴ്സ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യണം. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മാർക്കറ്റ് റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതല്ല, ഇത് ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യുന്ന പല മെത്തേഡ്സും ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് പോസിബിലിറ്റീസ് പിന്നെ പലതും നമ്മളിപ്പം പലതും ആധാർ ചെയ്യുന്നവരൊക്കെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് അതുപോലത്തെ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പൈറസി ഇപ്പം നമ്മൾ പിന്നെ അരുന്ധറോയുടെ പിന്നെ മദർ മേരി കംസ് ടു മീ ഇപ്പോഴും ഹാർഡ് ബൗണ്ട് വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. നല്ല രീതിയിൽ വായിക്കപ്പെടുന്ന പുസ്തകമാണ്. പെൻഗ്വിൻ അത് വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന പുസ്തകമാണ്. പക്ഷേ പേപ്പർ ബാക്ക് എഡീഷൻ ഇറക്കാതെ തന്നെ അങ്ങനൊരു പുസ്തകത്തിൻ്റെ കോപ്പികൾ അവൈലബിൾ ആണ്. അത് പിന്നെ ഒരു ഗവൺമെൻറ്റിനോട് ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പബ്ലിഷല്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അവരെഴുതട്ടെന്ന് പറയും. അവരെഴുതി കഴിയുമ്പോഴത്തേക്ക് ഇത് നടപടിക്രമം അനുസരിച്ച് അത് അവിടെ തന്നെ കിടക്കുക. ഇത് വീണ്ടും ഇത് ഒരു ഡേ ലൈറ്റ് റോബറി എന്ന് പറയുന്ന പോലെ ഇന്ന് നമുക്ക് ഒരു കാലത്ത് പൈറസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി പൈറസിയുടെ ഒരു കാലത്ത് പൈറസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രീറ്റ് വെൻഡർ പോലെ ഒരു സാധനം കാണാം. ഇന്ന് എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കുന്ന പോലെ പരട്ട ആൾക്കാർ ബുക്ക് ഷോപ്പ് തുടങ്ങും. അതിനും മടിയില്ല. ഐദർ ആസ് എ ബുക്ക് ഫെയർ ഓർ ആസ് എ ഒരു സ്പേസ് എടുത്തിട്ട് പൈററ്റ് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കുന്നിടത്താണ് പ്രശ്നം. ഇതിനകത്ത് വലിയ പ്രശ്നം ഓപ്പൺ ക്രൈം നടക്കുകയാണ്. ഇത് നമ്മളിപ്പം പിന്നെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഫാൻ ഫെയർ കൊണ്ട് ഒരു പക്ഷേ പലപ്പോഴും പോലീസുകാർ CD-യുടെ പൈറസിയും ബാക്കി പൈറസി പിന്നീട് ഓൺലൈനിലെ പൈറസിയും നിർത്തി. പക്ഷെ ഈ ഒരു ഫാൻ ഫെയർ പുസ്തകത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇതിലവർ തൊടാൻ തയ്യാറല്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതുണ്ടാക്കുന്ന ദോഷം വലുതാണ്. കാരണം ഒരു നല്ലൊരു ഓതറെ പൈററ്റ് ചെയ്ത് പിന്നെ ഒറിജിനലി വിൽക്കുന്നതിനേക്കാളും കൂടുതൽ പൈററ്റ് വിൽക്കുക, അവർക്ക് ആദായം, അവരുടെ ലൈവ്ലിഹുഡാണിത്. ഈ ലൈവ്ലിഹുഡ് അതാണ് അവിടെ വായനക്കാരനോട് പറയാൻ ഒരു പ്രസാധകൻ എന്ന രീതിയിൽ നമുക്ക് രണ്ടുപേർക്ക് അറിയുന്ന ഒരു വിഷയമാണ്. ഒരു പ്രസാധകൻ എന്ന രീതിയിൽ ഗവൺമെന്റ് ഏജൻസീസ് നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രസാധകൻ എന്ന വായനക്കാരനോട് പറയുമ്പോൾ ഉള്ള ഒരു വ്യക്തത വരുത്തലുണ്ട്. ഇതെന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത് അതൊന്ന് പറയുകയാണ്. ഇത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തിടത്തോളം കാലം അടുത്തൊരു പുസ്തകം എഴുതാനുള്ള ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ ഒരു മോണിറ്ററി ഇൻസെൻറ്റീവ് ഒരാളുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പം പല വായനക്കാരുടെ കയ്യിൽ നിന്നുള്ള പ്രതികരണം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളതെന്തിനു ചെയ്യണം, നിങ്ങളെക്കാളും വില കുറച്ചാണ് അവർ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളല്ല വിലയിടുന്നത്, പെൻഗ്വിനാ വിലയിടുന്നത്, അല്ലെ ഹാപ്പറ വിലയിടുന്നത്. പക്ഷെ അവർ വിലയിടുന്നത് എഴുത്തുകാരൻ്റെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ ഉണ്ട്, ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സപ്ലൈ ചെയിൻ ഒരു വാല്യൂ ഉണ്ട് ഇതെല്ലാം എത്തുന്നതിന്. അന്നേരം അവർക്കതൊന്നും ആവശ്യമില്ല, അന്നേരം അവർ വിൽക്കട്ടെ, ഇത് വിജ്ഞാനമല്ലേ വിൽക്കുന്ന പറയുന്നത്. ഇതിനകത്ത് ബേസിക്കലി നാളെ വിജ്ഞാനം ഇല്ലാതാവും. ഇത് പലരും എഴുതാൻ മടിക്കും, കാരണം ഇവർക്കൊരു സൊല്യൂഷൻ ഇല്ലാതെ. ഇതും ഫിലിം പോലൊരു ഇൻഡസ്ട്രിയാണ്, വലിയൊരു മുതൽ മുടക്കോടുകൂടിയാണ് ഓരോ പുസ്തകം ഇറക്കുന്നത്. ഇതൊന്നും ഒരു പുസ്തകം മിനിമം ഇറക്കി ഒരു മാർക്കറ്റിംഗ് ചെയ്തു വരുമ്പോൾ കുറച്ച് ലക്ഷങ്ങളാവും ഒരു പുസ്തകം, അല്ലാതെ ഇതൊന്നും ചിലവില്ലാതെ ഇറങ്ങുന്നില്ല. ഇതിനെ മുഴുവൻ തകിടം മറിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് വരുമ്പോൾ പബ്ലിഷിംഗ് ഡസൻ എക്സിസ്റ്റ്. ഇത് പബ്ലിഷിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഓത്തേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നമ്മുടെ ഒരു പുസ്തകം തന്നെ ഡൽഹിയിൽ നിന്ന് പൈററ്റ് അടിച്ചു വന്നു, ഈ നീൽസൺ ബുക്ക് സ്കാൻ ടോപ്പ് ചാർട്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് 16 പേജില്ല. പിന്നെ രണ്ടാമതുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കവറേ കിടക്കുന്ന ഒരു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം കണ്ടതിൻ്റെ അകത്ത് പുറത്ത് പെൻഗ്വിൻ്റെ കവറ്, അകത്ത് നോഷൻ പ്രസിന്റെ, ബാക്കിൽ വേറൊരാളുടെ ISBN, അകത്ത് പേജ് മുഴുവനില്ല. എന്നാൽ ഈ വായനക്കാരൻ ഇത് കഴിഞ്ഞിട്ട് കബളിക്കപ്പെടുകയും കൂടെ ചെയ്യാണ്. എന്നാൽ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒരു വായനക്കാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ബേസിക്കലി ഒരു അണ്ടർവേൾഡ് ആണ്. വായനക്കാരൻ ചെയ്യുന്നത് എഴുത്തിനോടും
എഴുത്തുകാരനും കാണിക്കുന്ന അനാദരവാണ്. അതെ, വില മാത്രം തീർച്ചയായും. നോക്കിക്കഴിഞ്ഞാൽ വിലയിലും അത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ അയാൾ സംശയിക്കണം. ഇതിന്റെ എൻഡ് റിസൾട്ട് പോകുന്നത് എഴുത്തുകാരനല്ല, അല്ല, നമ്മൾ അതെ, എഴുത്തിനോടല്ല. അതെ, ആ ഒരു ചിന്ത മലയാളിക്കെങ്കിലും വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മലയാളി അതിനെ കുറച്ചുകൂടെ കാരണം റെസ്പെക്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇതിനെയൊക്കെ കാര്യം. ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ്. പിന്നെ അപ്പൊ ആ ബഹുമാനിക്കുന്ന സമൂഹം എന്ന നിലയിൽ കേരളീയ സമൂഹം പൈററ്റഡ് ബുക്സിനോട് നോ പറയേണ്ടതുണ്ട്. ഇത് കാലമായി. അതെ. ഞാൻ അടുത്തിടയ്ക്ക് ശശി തരൂര് നമ്മുടെ ബുക്ക് ഷോപ്പിൽ ഒരു കോപ്പി ഒപ്പിടുകയായിരുന്നു. അന്നേരം കുറേ കോപ്പി ഒപ്പിട്ടു. ഐ മീൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫാക്കൽറ്റിയിൽ ഒരു കാര്യം തട്ടി. ഒരാൾ വന്നൊരു കൊച്ച് അതിൽ പുസ്തകം 3 പുസ്തകം കൊണ്ട് കൊടുത്തു. പറഞ്ഞു ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് പൈററ്റ് തിരിച്ചയച്ചു. പൈററ്റായിരുന്നു. ഞാൻ പിന്നെ ആ പയ്യനെ മനസ്സിലാക്കി കൊടുത്തു, അതെ, ഇങ്ങനെ പൈററ്റ് വാങ്ങിക്കാൻ പാടില്ല ഇതല്ല. അന്നേരം അത് ഭയങ്കര ചീപ്പാണ് എന്നൊക്കെ പറഞ്ഞു. അന്നേരം ബേസിക്കലി എഴുത്തുകാരുടെ ഇടയിലും കൂടെ ആ ഒരു വരണം, വരണം, awareness. അതെ, awareness. ഓക്കെ. മറ്റൊരു പ്രധാന മലയാള പബ്ലിഷിങ്ങിലെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഒരുപാട് ലിറ്റററി വർക്ക്സ് ധാരാളം വരുന്നുണ്ട്. അതൊരു പക്ഷേ മറ്റു ഭാഷകളിലെ സാഹിത്യമായിട്ടും വിദേശ സാഹിത്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സാഹിത്യമായിട്ട് മത്സരിക്കാവുന്ന അല്ലെങ്കിൽ ആ മൗലികമായിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്. ലോക സാഹിത്യത്തോട് കിടപിടിക്കുന്ന പുസ്തകങ്ങളുണ്ടോ എന്നുള്ളത് വലിയ ചലഞ്ചസാണ്. പക്ഷെ വൈജ്ഞാനിക സാഹിത്യം അത്രയൊന്നും ഇപ്പോഴും വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് തോന്നലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? എങ്ങനെയാണത്? ഇത് ഞാൻ അതിൻ്റെ അത് കാണുന്നത് നോൺ ഫിക്ഷൻ എന്ന് പറയുന്നൊരു മേഖലയായിട്ട് തന്നെ കരുതാം മൊത്തത്തിൽ. അതെ, അതെ, അതെ. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു മേഖലയിൽ ലോകത്ത് നേരെ തിരിച്ചാണ്. ലോകത്തെ വൈജ്ഞാനിക ബെസ്റ്റ് non സെല്ലേഴ്സ് fictionന്റെ- മുഴുവൻ അതെ, നോൺ ഫിക്ഷൻ. അതെ. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ആ. US ഒരു പുസ്തക വായനയുടെ ഒരു നോൺ ഫിക്ഷൻ മാർക്കറ്റ് എടുത്താൽ ഏതാണ്ടെല്ലാം കോൺട്രവേഴ്സിയാണ്. ആ, എല്ലാം അല്ല, ഒരു നല്ല ഭാഗം അതെ, അതെ, കോൺട്രവേഴ്സിയാണ്. അതെ. കുറച്ചും കൂടെ യൂറോപ്പ് എടുത്താൽ കുറച്ചും കൂടെ റിച്ചർഡ് ഡോക്കിൻസ് പോലെ ഉള്ള ഓവറോൾ ബെസ്റ്റ് നോൺ ഫിക്ഷൻസ് വരുന്നുണ്ടല്ലോ. പക്ഷെ നമുക്കതില്ല. നമുക്കതില്ല. അതിപ്പോഴും ഒരു ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഒന്ന് എഴുത്തുകാരനെ കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എഴുത്തുകാരില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു പാർട്ടാണ്. രണ്ടാമത് നമ്മളിപ്പം സയൻസ് എടുത്താൽ 2-3 നല്ല എഴുത്തുകാരുണ്ട്. അവർ ഇന്ത്യക്ക് പുറത്തായിരിക്കും ഒരു പക്ഷേ ഇരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം മലയാളത്തിൽ എഴുതുന്ന പുസ്തകങ്ങൾ പോകുന്നുണ്ട്. അല്ലെങ്കിൽ റാഷണലിസത്തെ പറ്റി എഴുതുന്ന കുറേ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലേഴ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ പെർസെൻറ്റേജ് സോ ലോ. കാരണം മറ്റു ഭാഷകളിലാണ്, പ്രത്യേകിച്ച് യൂറോപ്പിനും വെസ്റ്റേണും ഫാർ ഈസ്റ്റിലും ഒക്കെ വരുന്നത്, ആഫ്രിക്കനൊക്കെ വരുന്നതിൽ നോൺ ഫിക്ഷനുള്ള സ്ഥാനം മലയാളത്തിൽ ഇന്നും അത് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അത് ഇറ്റ്സ് എ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞത്. കാരണം അത് ആത്മകഥയായിട്ടാണെങ്കിലും വരാം, അല്ലെങ്കിൽ ഒരു സയൻസ് ആയിട്ടാണെങ്കിലും ഇതായിട്ട് വരാം. പക്ഷെ ഒരു പ്യോർ ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് വർക്ക്. നോൺ ഫിക്ഷൻ എഴുത്ത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ലോകം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് മോർ ക്രിയേറ്റീവ് ദാൻ ഫിക്ഷൻ. അതാണ് മലയാളത്തിൽ. അതെ, അത് മലയാളത്തിൽ വളരെ ഒരു വളരെ ശുഷ്കമാണ്. അത് ഇമ്പ്രൂവ് ചെയ്യാതെ പറ്റില്ല. എന്ന് വെച്ചാൽ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ സർവൈവലിനും അത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ട് നോൺ ഫിക്ഷനിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കോൺട്രവേഴ്സി അല്ല, ഇതൊന്നും അല്ല, കോൺട്രവേഴ്ഷ്യൽ ബുക്സ് ഒന്നും അല്ല ഇതിനകത്ത് വരുന്നത്. ഐ മീൻ കോൺട്രവേഴ്ഷ്യൽ ബുക്സ് ചില വരുമ്പം 10,000 പോകും. അതിനെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നോൺ ഫിക്ഷൻ ട്രാൻസ്ലേഷൻസ് നിങ്ങൾ നടത്തുന്നുണ്ട്, പലതും സക്സസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊരു റൈറ്റിംഗ് വരുന്നില്ല. അത് ബേസിക്കലി ഒരു പബ്ലിഷറിനോടുള്ള ചോദ്യമല്ല, മലയാളത്തിലെ എഴുത്തുകാർ നോൺ ഫിക്ഷൻ റൈറ്റേഴ്സ് കടന്നു വരേണ്ടതുണ്ട് എന്നുള്ളൊരു ആഹ്വാനമായിട്ട് കരുതിയാൽ അല്ല, തീർച്ചയായിട്ടും. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ, നമ്മൾ അറിയാത്ത പല ആൾക്കാരും ഇന്ന് അറിയുന്നതിനേക്കാളും അറിയപ്പെടുന്നതിനേക്കാളും നല്ല ഒരു ഇതിലുള്ള ഒരു സബ്ജക്ട് എക്സ്പേർട്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കുറച്ചും കൂടെ സ്കൗട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു എഡിറ്റോറിയൽ ഇൻവെൻഷനിലൂടെ അവരെ ഏറ്റെടുക്കേണ്ട ഒരു പണിയാണ്. അതെ, അത് കുറച്ചും കൂടെ നമ്മൾ ഏറ്റെടുത്താലേ അത് കാര്യത്തിലോട്ട് വരത്തുള്ളൂ. DC ബുക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പെൻഗിനെ പോലൊരു പബ്ലിഷർ വിൻഡി ഡോണിഗറെ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. അവിടെയാണ് മീശ നിങ്ങൾ പബ്ലിഷ് ചെയ്തത്. ഇതൊരു വലിയ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് പബ്ലിഷർ എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ ഉള്ളത്. എങ്ങനെയാണ് ചാലഞ്ചസ് ഏറ്റെടുത്തത്? ഞാൻ DC ബുക്സ് പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന വി ആർ എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് അപ്പൊളിറ്റിക്കലായിട്ട് നിന്നുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഫ്രീഡം സ്പീച്ച് കൊണ്ട് നിൽക്കുന്നത്. അത് വളരെ ക്ലിയറാണ്. അത് ഞാൻ ഒരുപക്ഷെ ഇത് ആദ്യമല്ലെന്ന് വേണേൽ പറയാം. കാരണം കിസ്സാ കുർസിക്ക നിരോധിച്ച സമയത്ത് ഏതാണ്ട് ആ സമയത്തൂടെ പബ്ലിഷ് ചെയ്യാനുള്ളൊരു ഇത് വന്നല്ലേ. ബെനിസ ബൂട്ടോയുടെ
അല്ല ബൂട്ടോടെ ആത്മകഥ നിരോധിച്ച സമയത്ത് അത് പബ്ലിഷ് ചെയ്തു. അങ്ങനത്തെ ഒരു കാലമുണ്ട്. കാരണം കുറേ കൂടെ എനിക്കൊന്നും അത്ര ഭീകരത ഉണ്ടായിരുന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ മാറിയല്ലോ, കാലം മാറി. ഇന്ന് നമ്മളെ അതിനുള്ള ഒരു ചേതോവികാരം എന്ന് പറയുന്നത് ബേസിക്കലി അത് പിന്നെ ഒരു ഒരു സെൽഫിഷായിട്ട് നോക്കുകയാണെങ്കിൽ പോലും നോക്കിയാൽ ഇത് പബ്ലിഷിങ്ങിൻ്റെ ഭാവി അവിടെ തീർക്കുക. കാരണം ഒരു എഴുത്തുകാരനും ദേ നോട്ട് വില്ലിങ് ടു റൈറ്റ്. കാരണം ഇതൊരു സെൽഫ് സെൻസറിങ് നടത്തണമെന്നല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ലാതെ ഇത് ചെയ്യണം എന്നുള്ളതാണ് അതൊന്നും. രണ്ട്, ഇത് എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും വളരെ ഇതാണ്. കാരണം അതാണ് ബേസിക്കായിട്ട് നമ്മളിപ്പം ഹരീഷുമായിട്ട് സംസാരിച്ചപ്പോഴും ഏറ്റവും അടുത്തിറക്കണം എന്ന് ഹരീഷും നമ്മൾ കൂടെ തീരുമാനിച്ചതിന് പ്രധാന കാരണം നമ്മളിത് പ്രൂവ് ചെയ്യണം. നോബഡി കുഡ് സ്റ്റോപ്പ് ഒരു റിട്ടൺ വേർഡിനെ അതിനെ തൊടാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അത് വളരെ നിർബന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് DC ബുക്സ്. അന്നേരം അത് തന്നെയാണ് അതിനുള്ളത്. അന്നേരം അതിന് നമ്മൾ രാത്രിയും രാവിലെ ഇരുന്ന ഒരു നിരോധനം വന്നാലോ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാലോ എന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്റേഴ്സ് ടേൺ എടുത്ത അതിൻ്റെ പിന്നെ എഡിറ്റേഴ്സും പ്രൂഫ് റീഡേഴ്സും എല്ലാം കൂടെ ടേൺ എടുത്ത് രാത്രിയും കൂടി ഇരുന്ന് വായിച്ച് 2-3 ദിവസങ്ങളിൽ ഇറക്കുന്ന ഒരു സാഹചര്യം വരാനുള്ള കാരണം അതാണ്. കാരണം പിന്നെ ഒരു നിരോധനം വരുന്നതിന് മുമ്പ് ഒരു കോപ്പിയെങ്കിലും പുറത്ത് വന്നിട്ട് വിറ്റതിൻ്റെ ബില്ല് കൈ വേണം. കാരണം നിരോധിക്കപ്പെടാൻ പാടില്ല. കാരണം ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ആ ഒരു സെൽഫ് സെൻസറിങ്ങിന് എഴുത്തുകാരൻ പിന്നെ വിധേയനാക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രസാധകൻ കാരണം ഇതാണ് ഇനിയുള്ള പ്രസാധനത്തിൻ്റെ രീതി എന്ന് വരുന്ന ഒരു പുതിയ നിർവചനത്തിലോട്ട് പ്രസാധനം വരരുന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് ഇത് ചെയ്തത്. കാരണം അത് എല്ലാ കാലത്തും നമ്മൾ സ്ട്രോങ് ആണ്. നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് പുസ്തകം ഇറക്കി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ 2000 എന്നെ പുളിച്ചെറിയെന്ന് പറയാവുന്ന സാധനങ്ങളാണ് നമുക്കെതിരെ വന്നത്. പക്ഷെ അത് ഏതാണ്ട് ഒരേ രീതിയിലുള്ള ഒരു പിന്നെ ആൽഗരിതത്തിൽ കൂടെ വന്ന ഒരു സാധനമായിട്ട് തന്നെ നമ്മളതിനെ കണക്കാക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ മലയാളി ജനതയുടെ ഒരു വലിയ പ്രത്യേകത ഒരു ഇൻ ടോട്ടൽ ഇതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ ഇതായിട്ട് തന്നെ കാണുന്നത്. കാരണം എവിടെ നിൽക്കുന്നു മലയാളിയുടെ ഇത്തരത്തിലുള്ള ബോധങ്ങൾ എന്നുള്ള ഒരു വലിയ കാര്യമാണ്. കാരണം അത് ചർച്ച ചെയ്യപ്പെടുകയും ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം അവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ജാഥ വരികയും പോലീസ് അവിടെ 150 പോലീസുകാരെ ഡിപ്ലോയ് ചെയ്ത് ജലപീരങ്കിയെല്ലാം വെക്കുകയും പിന്നെ കടകൾക്ക് പ്രൊട്ടക്ഷൻ തരികയും അതൊക്കെ ചെയ്യുന്ന രീതിയിലോട്ട് കേരളത്തിൻ്റെ ഒരു വലിയൊരു സംഗതിയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എലക്ഷൻ വരെ നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെ നമുക്ക് തന്നു. പിന്നെ അത് ഇന്നും അതിൽ വിശ്വസിക്കുന്ന നമ്മൾ അത്തരത്തിലുള്ള പല സാഹചര്യം കൂടെ പോയിട്ടുണ്ട്. അതിൻ്റെ അത് പലതരത്തിലുള്ള തമാശകളുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു പിന്നെ വേൾഡ് ഓവർ ബെസ്റ്റ്സെല്ലറായിട്ടുള്ളൊരു പുസ്തകം അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് അത് ഇംഗ്ലീഷ് ഇറങ്ങിയപ്പോഴത്തേക്ക് ആർക്കും ഒരു വിരോധമില്ല. പക്ഷെ മലയാളത്തിൽ ഇറക്കുമ്പോൾ അത് വീണ്ടും അതൊരു ചർച്ചാ വിഷയമായിട്ട് വരുന്നു. അത് പിന്നെ 4 പേജുള്ള ലീഫ്ലെറ്റ് അടിച്ച് പള്ളികളിൽ വിതരണം ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്നത് ഇത് പക്ഷേ ഇതിപ്പം നമ്മുടെ വായനക്കാരെന്ന് പറയുന്നവർ അത് ജാതി മതം ഇല്ലാതെ അതിനെ തിരസ്കരിക്കുന്നല്ലാതെ പിന്നെ അതിനപ്പുറത്തോട്ട് എനിക്കിതിനെപ്പറ്റി ഞാനിതുവരെ കേരളത്തിലെ ഇപ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് പലതരത്തിലുള്ള പോളറൈസേഷനും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും വരുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കതൊരു പിന്നെ അറ്റ്ലീസ്റ്റ് എന്താ റീഡിങ് പോപ്പുലേഷൻ അത് ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം നല്ലൊരു വർക്ക് ഓഫ് ഫിക്ഷൻ വായിക്കുന്നത് അത് അങ്ങനെ തന്നെ കാണും എന്നുള്ള ഇത് ദാറ്റ് മീൻസ് ഒരു സെക്യുലർ മൈൻഡ് ഇപ്പോഴും മലയാളിയുടെ മെയിൻ സ്ട്രീമിൽ ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഒരു ധൈര്യത്തിലാണല്ലോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അവരെ അണ്ടർ റേറ്റ് ചെയ്തുകൊണ്ട് ഇത് നോ വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതെ, അങ്ങനെയാണല്ലോ. അതെ. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മലയാളിക്ക് തിരിച്ച് ചിന്തിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പലപ്പോഴും പല ഡീവിയേഷൻസും കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു ഭയമായിട്ട് വന്നില്ല. ഒരു വായനയുള്ള ഒരു മലയാളിയുടെ ചിന്ത നമ്മൾ കാണുന്നതിന് വിപരീതമാണ്. ഇനി അതില്ലാതെ കാണിക്കുന്ന ഒരാള് ഒരു ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഭൗതികപരമായിട്ട് ചിന്തയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത് വരേണ്ട കാര്യമില്ല. ഭയം തോന്നിയിട്ടില്ല ഇതുവരെ? ചോദിച്ചാല് പിന്നെ കോഷ്യസ് ആക്ച്വലി. കാരണം കാരണം നമ്മൾ ഒരു മീശ ഇറക്കിയ സമയത്ത്
ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ യു ഹാവ് ടു ബി കോഷ്യസ്. അതെ, അബ്സല്യൂട്ട്ലി. അത് നമ്മൾ മീശയുടെ ഇത് ഇറക്കിയപ്പോഴേ പിന്നെ നമ്മളൊരു പിന്നെ ഒരു 2-3 സെന്റൻസ് ഉള്ള ഒരു പിന്നെ കുറിപ്പാണ് കൊടുത്തത്. അത് ഞാൻ തന്നെ എഴുതിയത്. ഒരു കല്യാണക്കുറി എടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ മീശ പ്രസിദ്ധീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം ഒരു മലയാളിയുടെ ഒരു പിന്നെ ഇത് എന്തും പിന്നെ മലയാളി സുവിശ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗവും പിന്നെ പുസ്തകങ്ങൾ സെൻസർ ചെയ്യപ്പെടാത്ത ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിന് കിട്ടിയൊരു സപ്പോർട്ട് ഭയങ്കര. കാരണം നമ്മൾ വി വർ ക്ലിയർ, കാരണം നമ്മൾ ആരോട് ഫൈറ്റ് ചെയ്യാനല്ല അല്ല പക്ഷെ നമ്മൾ വി വർ ക്ലിയർ. കാരണം ഇതിൽ നിന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, ജസ്റ്റ് ബി ക്ലിയർ എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് പബ്ലിക് അബ്സല്യൂട്ട്ലി അക്സെപ്റ്റഡ് ആക്ച്വലി. അതായത് ബെസലാവും ചെയ്തു മീശ, വിൽപ്പനയിൽ അതൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചു. ഇതല്ലാതെ വേണമെങ്കിൽ ചെയ്യാവുന്നത് വിൽപ്പനയിൽ തോൽപ്പിക്കലാണ്. അതും സംഭവിച്ചു. പക്ഷേ ജോസഫ് മാഷിന്റെ കേസിലും വിൽപ്പനയിൽ ഒന്നും ഉണ്ടായില്ല. നല്ല ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയോഗ്രഫി തീർച്ചയായിട്ടും അത് വന്നു. സോ അത് കാണിക്കുന്നത് മലയാളിയുടെ ഒരു വലിയ സഹിഷ്ണുതാബോധത്തെയാണ്. തീർച്ചയായിട്ടും വലിയ അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത ഒരു പ്രസാദകൻ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അനാവശ്യമായ ഭയം അല്ലെങ്കിൽ ആളുകളെ വിലയിരുത്തുന്നതിനുള്ള തെറ്റിദ്ധാരണ മൂലമാണ് പലരും അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പിന്നെ ഒരു പൊളിറ്റിക്കൽ റൈറ്റിംഗ് കേരളത്തിൽ ഭയങ്കരമായിട്ടൊന്നുമില്ല. എന്താണ് അതിൻ്റെ ഒരു? എനിക്ക് തോന്നുന്നു അതും പിന്നെ ഒരു പൊളിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു 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 തരത്തിലുള്ള ഒരു കുറവോ അല്ലെങ്കിൽ അത് എഴുതാനുള്ള ആൾക്കാരുടെ ഒരു ഭയമാണെന്ന് പറയത്തില്ല, എഴുതാനുള്ള ഒരു സങ്കോചോ അല്ലെങ്കിൽ അതിന് വേറെ കുറെ നിർവചനങ്ങൾ കാണും. പക്ഷെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റിംഗ് ഈസ് ഓൾവേസ് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ആനലിറ്റിക്കലായിട്ട് പൊളിറ്റിക്കൽ റൈറ്റിംഗ് നടത്താവുന്ന വെസ്റ്റേണിൽ ഭയങ്കരമായിട്ടുണ്ട് ഉണ്ട്. അത് ഇപ്പം പിന്നെ ഓൾ ദ പ്രസിഡൻസ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരു ഇഷ്ടംപോലെ ഇതുണ്ട്, ബയോഗ്രഫീസ് ഇവിടെ വളരെ കുറവാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് കാലം കൊണ്ട് വരാമെങ്കിലും മലയാളി അത്രയങ്ങോട്ട് അപഗ്രഥിച്ച് മലയാളിക്ക് അതൊരു ഒരു കോൺട്രവേഴ്സിയുടെ സബ്ജക്റ്റായിട്ട് മാത്രം നിർത്തിയാൽ മതി. പക്ഷെ പുസ്തക രൂപത്തിൽ രചിക്കപ്പെടുന്ന ഒരു സീരിയസ് ഒരു അനാലിസിലോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമില്ലായ്മയാണ്. ഇപ്പം മലയാളത്തിലെ അല്ല കേരളത്തിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പോലും വലുതായിട്ടില്ല. ചെറിയാൻ ഫിലിപ്പ് എഴുതിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ബയോഗ്രഫീസ് ഇല്ല. ഐക്കോണിക് ലിറ്റററി ഫിഗേഴ്സിന്റെ പോലും ബയോഗ്രഫീസ് നമ്മൾ പോറാണ്. അതുപോലെയാണ് ഐക്കോണിക് പൊളിറ്റിക്കൽ ഫിഗേഴ്സ്. ഇത് രണ്ടും നമ്മൾ ഗ്യാപ്പ് ചെയ്യണം. അതുപോലൊരു വലിയ ചലഞ്ചാണ് നമ്മളിപ്പോൾ. ഓഫ് കോഴ്സ് ഒരു പബ്ലിഷർ എന്നതിൽ വളരെ സെക്യുലർ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു പബ്ലിഷറാണ്. കേരളത്തിൻ്റെ ചരിത്രം വരാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലതുപക്ഷവൽക്കരണമൊക്കെ വരുമ്പം ചരിത്രത്തെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നിലവിലുള്ള ചരിത്രം അതിൻ്റെതായ രീതിയിൽ ഒരു സെക്യുലർ ഹിസ്റ്ററി എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ട ആൾക്കാർ, അതിന് കഴിവുള്ളവരെ കണ്ടെത്തുക. പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 5-6 വർഷമായി ആണല്ലേ. പല കൈകളും മാറി ഏതാണ്ട് 5000 പേജുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. പ്രാചീനം, മധ്യകാലം, ആധുനികം എന്ന് പറയുന്ന 3 ഇതും പിന്നെ ഇപ്പോഴത്തെ എന്നാ ഒരു പിന്നെ കറണ്ട് പിന്നെ റൈറ്റിംഗ്സ് ഉള്ള രീതിയിൽ ഒരു എക്സ്ട്രാ വോളിയം കൂടി ഇന്നത്തെ ഇതിനൊന്ന് അനലൈസ് ചെയ്യുന്നത്, അങ്ങനെ പുതിയ ഇതിനെ അങ്ങനെ ചരിത്രത്തെ അങ്ങനെ ഒന്ന് കൊണ്ടുവരണമെന്ന് ഭയങ്കര കുറെ നാളായിട്ട് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് പലപ്പോഴും നല്ല അക്കാഡമീഷ്യൻസിനെ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പല ഇതുകൊണ്ടാണ്. പക്ഷെ ഇത് ഇപ്പം ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നത് ഈ മാർച്ചിൽ അതിൻ്റെ എഴുത്ത് തീരും എന്നുള്ളതാണ്. ഒരു 4000-5000 പേജ് വരുന്ന ഒരു വലിയ ബൃഹത് ഗ്രന്ഥമാണ്. കാരണം എല്ലാ ഏരിയേഴ്സും കവർ ചെയ്യാൻ, പിന്നെ ഈ പറയുന്ന ഹിസ്റ്ററിയെ മായ്ച്ചു കളയുന്നത് ഒന്നും തന്നെ പാടില്ല എന്നുള്ളതിനൊരു രേഖപ്പെടുത്തലും കൂടെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഇത് പറഞ്ഞു വന്നപ്പോഴേ ഒരുപക്ഷെ വെസ്റ്റേൺ കൺട്രീസിൽ ഇത്തരം നല്ല പുസ്തകങ്ങൾ വരുന്നതിൻ്റെ കാരണം എഴുത്തുകാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്, ഫണ്ടിങ് ഉണ്ട്. നമ്മൾ അതില്ലല്ലോ ഇവിടെ. നമുക്ക് ഫിലാന്ത്രോപ്പി ഇല്ല, പിന്നെ എസ്പെഷ്യലി ഈ മേഖലയിൽ വരുന്നേ ഇല്ല. അല്ല, ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് തന്നെ വളരെ റെയറായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം രണ്ടാമത് ഇത്തരം ഒരു സബ്ജക്ട്സ് എടുത്തിട്ട് ഇത് ചെയ്യാനുള്ള ഒരിതില്ല. എനിക്ക് തോന്നുന്നു രാജഗോപാലിനെ പോലുള്ളവരൊക്കെ ഈ നാട്ടറിവുകളും ഒക്കെ ശേഖരിച്ചൊരു സീരീസ് അങ്ങനെയൊക്കെ വന്നതല്ലാതെ ഒരു ബേസിക്കലി ഒരു വാട്ട് ഷേപ്ഡ് കേരള എന്നുള്ള ഒരു രീതിയിലുള്ള, അത് പിന്നെ റെനസൻസ് ആകാം, അല്ലെങ്കിൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആകാം, ഇതൊന്നും ഒരു അൺബയസ്ഡായിട്ട് എഴുതാവുന്ന ഒരു ഫിലാന്ത്രോപിക് ഓർഗനൈസേഷൻ വരുന്നില്ല. അത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഫണ്ട് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കുന്നതിനെ പറ്റി ആലോചിച്ചായിരുന്നു. ഒരു പിന്നെ എന്നാ നാച്ചുറൽ ഹിസ്റ്ററി
മലബാറിക്കസും പറഞ്ഞുകൊണ്ട് ഓക്കെ പിന്നെ ഇത് അന്നേരം പക്ഷെ ഇതെല്ലാം വരേണ്ട കാലമാണ്. ഞാൻ അതെ. പറയുന്ന ഒരു ആസ് എ ഒരു ഭൂപ്രദേശം എന്നുള്ള രീതിയിൽ ആ ഒരു ഒത്തിരി കാര്യങ്ങൾ ഈവൻ കേരള മാത്തമാറ്റിക്സ് പോലും പ്രോപ്പറായിട്ട് ചെയ്തില്ല, ഗീവറീസ് അദ്ദേഹത്തിന്റെ പിന്നെ ക്രസ്റ്റ് അത്രേ ഓഫ് ഉള്ളൂ. പീക്കൊക്കെ ഒഴിച്ചാൽ വേറെ ഒന്നും വന്നില്ല. ഒന്നും വന്നിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ തന്നെ ഇത് എനിക്ക് തോന്നുന്നു അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കാരണം നമ്മൾ ഡോക്യുമെന്റേഷൻ വളരെ വീക്കാണ്. വളരെ വീക്കാണ്. അതുപോലെ ഇപ്പോൾ രണ്ട് നൂറ്റാണ്ടിൻ്റെ ഭാഗത്ത് കുറേ ഭാഗം കഴിഞ്ഞ നൂറ്റാണ്ടിലെ പബ്ലിഷിംഗ് അറിയാം. ഈ മലയാള വായനാ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും എഴുത്തുകാരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പറയാൻ പറ്റുന്നിടത്തോളം പറയാമോ എന്നുള്ളതാണ്. ഇല്ല, ഇതിപ്പം ഈ വായനക്കാരുടെ ഇടയ്ക്ക് ഇപ്പം വായനക്കാരുടെ ഇടയിൽ ഇപ്പം വന്നേക്കുന്ന ഒരു മാറ്റം BBC-യുടെ ഇതിൻ്റെ തീർച്ചയായിട്ടും ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൈക്രോ റൈറ്റിങ്ങിൻ്റെ ഒരു കാലം കൂടെ ആയിട്ട് വന്നിട്ടുണ്ട്. നോട്ട് ഓൾ, പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു സമൂഹം അന്നേരം ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്ന ഒരു മേഖല പല പ്രധാനപ്പെട്ട എഴുത്തുകാർ മൈക്രോ ഫിക്ഷൻ അല്ലെങ്കിൽ പിന്നെ പോക്കറ്റ് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പിന്നെ ഇതിൻ്റെ പിന്നെ നമ്പർ ഓഫ് വേർഡ്സ് എല്ലാം വെച്ച് കുറേ എക്സ്പെരിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. കാരണം ഒരു തലമുറ കൂടെ വായിച്ച് അതിലോട്ട് കയറി വരിക എന്നുള്ളതാണ്. പക്ഷേ അതൊരു അങ്ങനെ ചലഞ്ചായിട്ടുള്ള ഒരു കാരണം നമുക്ക് എല്ലാവരെയും ഒരു 2% 3% ഓഫ് ദ പോപ്പുലേഷനാണ് റീഡിങ് വരുന്നത്. അതിന് മേളിലോട്ട് വരാവുന്ന ഒരു ഇത് ഏതാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരുപക്ഷെ ലോകത്തിലെ വലിയ എഴുത്തുകാരായിട്ടുള്ള പരിചയങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം പാമുക്കിനെ അറിയാം, അമർത്യാസനെ അറിയാം, പോളക്കോലെ അറിയാം, പലരെ അറിയാം. ഒരു വായനക്കാരൻ എന്ന രീതിയിൽ VDC എങ്ങനെ അടയാളപ്പെടുത്തുന്നത് എനിക്കറിയുന്നത്. ആദ്യം തൊട്ടേ വായനയുടെ കാര്യം പറഞ്ഞു. എന്താണ് താല്പര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് വായനയ്ക്ക് സമയം കണ്ടെത്തുന്നത് എന്നുള്ളതൊക്കെ? വായന പ്രധാനമായിട്ടും നടക്കുന്നത് പിന്നെ യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോഴും അല്ല യാത്ര ചെയ്തൊരു ഹോട്ടലിൽ താമസിക്കുന്ന കാരണം ഓഫീസ് പറയുമ്പോൾ നമ്മളത് പിന്നെ നമ്മൾ അത് വെറുതെ ആണ് സമയം കിട്ടുന്നത് എല്ലാവരും പറയുന്നവർ വെറുതെ പറയുന്നൊരു സാധനമാണെങ്കിൽ പോലും ഒരു സമയത്തിൻ്റെ ഒരു പിന്നെ പ്രശ്നമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒരു 6 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരുന്നതുണ്ട്. പക്ഷേ വായന പലപ്പോഴും യാത്രയിലാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം പിന്നെ മലയാളത്തിലെ എഴുത്തുകാരുടെ ഇതിൽ ഞാൻ കടക്കുന്നില്ല. കാരണം പിന്നെ ബഷീറിൻ്റെയും വിജയൻ്റെ ഒക്കെ തലമുറ തൊട്ട് ഫാനായിട്ട് വരുന്ന പുതിയ ഇതുവരെ വരുമ്പോൾ ബേസിക്കായിട്ട് പിന്നെ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു നോൺ ഫിക്ഷനെങ്കിലും ഒരു മാസം തീർക്കാൻ ശ്രമിക്കും. അത് പലപ്പോഴും പിന്നെ അതാണ് ഒരു മേഖല. പിന്നെ ഫിക്ഷൻ്റെ ആണെങ്കിലും ഞാനിപ്പം പലപ്പോഴും പേര് പറയാത്തതും പുസ്തകം പറയാത്തതും തന്നെ ഒരു ഓക്യുപ്പേഷൻ ഹാസഡ് ആണെന്നുള്ളതുകൊണ്ട് അതുപോലെ ചോദ്യമാണ്, ഹിന്ദിയിൽ വായിക്കുമോ? ഞാൻ ഇല്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ 21ാം നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരുപക്ഷെ സാഹിത്യോത്സവങ്ങളുടെ ലോകഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിവിട്ട് ന്യൂയോർക്ക് ടൈംസിൽ വരെ നമ്മുടെ മലയാളത്തെക്കുറിച്ചും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ച് ആർട്ടിക്കിൾസ് വരികയാണ്. ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്? ഈ വർഷം 9ാമത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അടുത്ത് നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ വന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നാവാനാണ് സാധ്യത. എന്താണ്, എങ്ങനെയാണ് ഈ ചിന്ത വന്നത്? എങ്ങനെയാണ് ഇത് ബേസിക്കലി ഇത് പിന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പിന്നെ KLF-ന് മുമ്പും പിന്നെ ഹേ ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് വന്നത് ഇംഗ്ലീഷായിരുന്നു അതിൻ്റെ അകത്തൊരു ഫോക്കസ്. കനോക്കുന്ന് പാലസ് വെച്ചാണ് നടന്നത്. അത് തീർച്ചയായിട്ടും അതൊരു പിന്നെ 2009 അന്നേരം അത് അധികം നടന്നില്ല. 2-3 എഡിഷൻ ഒന്ന് പിന്നെ ഒരു നാടുമായിട്ടുള്ള ഒരു ഡിസ്കണക്റ്റ് ഭയങ്കരമായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടു. കാരണം അവരുടെ പ്രോഗ്രാമിങ്ങും ഇവിടെ വേണ്ടത് തമ്മിലുള്ള ഇതുണ്ട്. അതോടുകൂടി അവസാനിച്ചു പല കാരണങ്ങളും കൊണ്ടും. അതാണ് പിന്നീട് ചിന്ത വന്നത്. പിന്നെ DC കിഴക്കേമറയുടെ 100ാം പിന്നെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ചെയ്യാമെന്ന് വളരെ പിന്നീട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ 8 കൊല്ലം കഴിഞ്ഞോ തീരുമാനിക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വന്നത്. പിന്നെ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ ഒരു DC കിഴക്കേമുറി ഉണ്ടായിരുന്നൊരു കാലം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ലേണിങ്സ് എടുത്തു ഇതിലോട്ട്. കാരണം ഒരു കാലത്ത് വായനശാലകളിൽ സജീവമായിട്ട് നിന്നിരുന്നൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയെ എങ്ങനെ വായനശാലകൾക്ക് പുറത്തെടുക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഇത് വന്നത്. കാരണം ഇത് മറ്റേത് നമ്മൾ വൈകുന്നേരം ഇരുന്നൊരു പുസ്തകം ചർച്ച ചെയ്യുന്നു. ഒരു 10-20 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അത്രയും സജീവമായിട്ടുള്ള ചർച്ചകളൊന്നും ഇല്ല.
അത് നിന്നു പോയതിൽ അല്ലെങ്കിൽ അത് വളരെ നിർജ്ജീവമായി പോയതിനെ എങ്ങനെ തിരിച്ച് റിവൈവ് ചെയ്യാം എന്നുള്ള ഒറ്റ ചിന്തയിൽ നിന്നാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തോന്നലുണ്ടായത്. അങ്ങനെ വന്നപ്പോൾ ഇതൊരു എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ പോലെ വെച്ചിട്ട് അത് ഒരുപക്ഷെ ഒരു ടൂറിങ് പോലെ പലയിടത്തോട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. നമ്മൾ ആദ്യത്തെ വർഷം ഇങ്ങനൊരു ഇത് ചെയ്യുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റലാണ്. കാരണം ഇതിനൊരു മോഡൽ നമ്മുടെ മുമ്പിലില്ല. കാരണം ഹേ ഫെസ്റ്റിൽ വേറെയാണ്, അല്ലെങ്കിൽ പുറത്തൊക്കെ ഓരോ ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ പിന്നെ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു റെസ്പോൺസിബിൾ. ഒരു 50,000 പേര് 4 ദിവസം കൊണ്ട് ആ കടപ്പുറത്ത് കൂടി. അത് പിന്നീട് നമ്മൾ അവിടുന്ന് 2ാം കൊല്ലം അവിടെ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ക്രൗഡ് കണ്ടപ്പോൾ അന്നേരമാണ് അന്നത്തെ MLA അവിടെ തന്നെ പെർമനൻറ്റ് പ്രദീപ് കുമാർ ഇതൊരു പെർമനൻറ്റ് വെന്യൂ ആക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നു. അവർ ഗവൺമെൻറ് സകലവിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തു തരാവുന്നൊരു വാഗ്ദാനം ചെയ്തു. അങ്ങനെ അത് ഒരു KLF വെന്യൂ ആയിട്ട് അത് മാറ്റി അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു തരായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ അത് ബേസിക്കലി ഉള്ള നമ്മൾ ആദ്യം വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പിന്നീട് ഇതിനെ കുറേ കൂടി ഇവോൾവ് ചെയ്ത് ഇത് മലയാളത്തിലെ എഴുത്തുകാർ മാത്രം പോരാ. കാരണം ലോക സാഹിത്യത്തെ മലയാളത്തിലോട്ട് അവതരിപ്പിക്കാൻ പറ്റിയാൽ അത് കുറേയും കൂടെ മലയാളി ഒരു വിശ്വപൗരനായിട്ട് വരാവുന്ന. കാരണം ഞാൻ KLFൽ ഞാനത് പിന്നെ നമ്മുടേതായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയതുകൊണ്ടോ പറയുന്നില്ല. KLFൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്പം പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കമ്പയർ ചെയ്യുന്ന പറയുമ്പോൾ കേരളത്തിലെ അല്ല കേരളത്തിന് പുറത്തുള്ള ഇത് കണ്ടിട്ടുള്ളത് KLFൽ മാത്രമുള്ളൊരു പ്രത്യേകത ഇതിൻ്റെ ഈ സെഷൻസ് കഴിഞ്ഞുള്ള ചർച്ചയുടെ സജീവതയാണ്. അത് ഞാൻ വളരെ റെയറായിട്ട് ഇത് മറ്റ് ലിറ്റ് ഫെസ്റ്റിവലിൽ കണ്ടിട്ടുള്ളൂ. അന്നേരം ഇതിന് യാതൊരു പിന്നെ കേരളത്തിൽ നടക്കുന്ന ലിറ്റ് ഫെസ്റ്റുമായിട്ട് ഒരു കണക്ഷൻ വെച്ചുകൊണ്ടല്ല പറയുന്നത്. ഓൾ ഇന്ത്യ നടക്കുന്ന ലിറ്റ് ഫെസ്റ്റിവൽ ഇത്രയും ചർച്ച സജീവമായിട്ടുള്ള ഒരു ക്രൗഡിനെ ഇല്ല. അന്നേരം അത് വീണ്ടും അത് ചലഞ്ചാവുക ചെയ്ത് അടുത്ത വർഷം പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിനേക്കാളും നന്നാക്കിയില്ലെങ്കിൽ ഒരു മലയാളി നമ്മൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആൾ പറഞ്ഞതില്ല. ഇത് കോൺസ്റ്റൻ്റ്ലി ഇതിനെ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസത്തിലോട്ട് വരികയും അവിടെ നമ്മൾ കണ്ട ഒരു പ്രത്യേകത ഈ ഇംപ്രവൈസ് ചെയ്യുന്ന സ്കെഡ്യൂൾ നമ്മൾ ഇത് അല്ലെങ്കിൽ കലണ്ടർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്ത് തയ്യാറായിട്ടാണ് അവിടെ വന്നിരിക്കുന്നവർ വരുന്നത്. അല്ലാതെ ഇത് ഒരു ബീച്ച് ഗോവേഴ്സ് അല്ല. അത് നമ്മളെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. നമുക്ക് 2ാമത്തെ വർഷമായപ്പോൾ നമുക്ക് ആ റിയലൈസേഷൻ വന്നു ഇതൊരു ബീച്ച് ഗോവേഴ്സോ അല്ലെങ്കിൽ ഇത് യാദൃശ്യമായിട്ട് വന്നൊരു വഴിപോക്കൻ അല്ല ഇവിടെ ഇരിക്കുന്നത്. അതാണ് നമ്മളെ ഒരു ഭയങ്കര ആവേശം തന്നത്. അന്നേരം ഇത് എക്സ്പെൻഷ്യലായിട്ട് ഗ്രോ ചെയ്തതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ഇതിൻ്റെ ഒരു കീ എലമെൻ്റ് ആണെങ്കിൽ കോഴിക്കോടിന് ഇത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ഓർഗാനിക്കായിട്ട് ഇത് ഞാനിപ്പോൾ KLF ഓർഗാനിക് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ലിറ്റ് ഫെസ്റ്റാണ്. അത്തരത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരെണ്ണം ഹേ ഫെസ്റ്റിവലാണ്. പിന്നെ വെയിൽസിൽ ഹേയിൽ അത് ആ ഒരു ഗ്രാമം മുഴുവൻ. കാരണം ഈ ലിറ്റ് ഫെസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ലോകത്തിൻ്റെ പല ഭാഗം വന്നാലും വളരെ സസ്റ്റൈനബിൾ അത്തരത്തിൽ പിന്നൊരു പ്രത്യേകത കണ്ടിരിക്കുന്നത് കോഴിക്കോടാണ്. അന്നേരം പക്ഷേ രണ്ടിടത്തും ഡിമാൻഡ് ചെയ്യുന്ന ഞാനത് രണ്ടും പഠിച്ചത് ഞാൻ അതിൻ്റെ പിന്നെ അറ്റൻഡീസ് അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം യു ബെറ്റർ ബ്രിങ് എ ന്യൂ തീം, അല്ലെങ്കിൽ ഒരു പുതിയ തീമോ പുതിയ ഓത്തറോ പുതിയ വിഷയമോ ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ഒരു ക്രൗഡ് കൂടിയാണ്. അല്ലാതെ ഇതൊരു പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് അവർ ഓരോ എഡിഷൻ റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആശയം വേണം, ഫോമാറ്റ്സ് മാറണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പല രീതിയിൽ അതിനെ പിന്നെ നമുക്ക് പലപ്പോഴും അഭിപ്രായം കിട്ടാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സെഷൻ അവോയ്ഡ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങൾ വരും. അല്ലെങ്കിൽ എന്നാ ഇത് പിന്നെ നിങ്ങളെല്ലാം ഒരേ സൈഡ് പറയുന്നവരാണ് ചിലപ്പോൾ അവിടെ ഇരിക്കുന്നത്. വലിയ അത്ഭുതം തോന്നി. വളരെ യങ്സ്റ്റേഴ്സ് ആയ കുട്ടികൾ വലിയ ഓതേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നതല്ല. ശശി തരൂരിനെ ചോദ്യം ചെയ്യാൻ 10-15 വയസ്സുള്ള കുട്ടികൾ വരുന്നത് വലിയ കാര്യമാണ്. സോ ഒരു കേരളത്തിന്റെ ഒരു റിയൽ സ്പെക്ട്രം അവിടെ വരുന്നത്. ഇത് നമ്മൾ ഇതിനെ കാണുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ KLFനെ കാണുന്ന ഒരു ഏറ്റവും വലിയ സംഗതി എന്ന് ചോദിച്ചാൽ ഇത് ബേസിക്കലി മച്ച് അവൈറ്റഡ് ഒരു ഡെലിബറേഷൻ ഓർ ഡിസ്കഷൻ ഒരു മലയാളി പിന്നെ പ്രതീക്ഷിച്ചിരുന്നല്ല ആവശ്യപ്പെടുന്ന ഒരു ഡെലിബറേഷൻ, ഒരു ഫോറം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതിൽ നമ്മൾ മാക്സിമം എക്സ്പോഷർ അവിടെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എഴുത്തുകാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഈ വർഷം തന്നെ വരുന്നതിൽ പിന്നെ അതിനകത്ത് പിന്നെ KLF 9th എഡിഷൻ വരുന്നതിൻ്റെ അകത്ത് കിരൺ ദേശായി ഉണ്ട്. ഒരുപക്ഷെ പീക്കോ അയ്യർ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് എനിക്ക് തോന്നുന്നത് പീക്കോ അയ്യർ ആയിരിക്കാം. അന്നേരം ഇങ്ങനെ പല ഓത്തേഴ്സും പല വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ ഈ പീക്കോ അയ്യർ ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പീക്കോ അയ്യറെ ട്രൈ ചെയ്യാം. ഗുർണയുണ്ട്, അബ്ദുൾ റസാഖ് ഗുർണയുണ്ട്, നോബൽ പ്രൈസ് ഉണ്ട്. അന്നേരം പീക്കോ അയ്യറെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് പലപ്പോഴും
എന്നാലും ഞാനിവിടെ ആദ്യമൊക്കെ വലിയൊരു ട്രാക്ഷൻ പീക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്നും മൊത്തത്തിൽ അനങ്ങുന്നില്ല. ഇപ്പം നമുക്ക് പീക്കോയെ കാണണമെന്നും കേൾക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതലൊരു ഇത് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലെങ്കിൽ ഇങ്ങോട്ട് റിക്വസ്റ്റ് കിട്ടുന്നത് പീക്കോയർക്കാണ്. അത് നമ്മൾ വി വർ റോങ്. കാരണം പീക്കോയെ നമുക്ക് വി വാണ്ടഡ് ഹിം, നമുക്ക് വേണം. പക്ഷേ എന്നാലും ആൾക്കും അറിയത്തില്ല നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് വരുന്നവരെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. അതല്ല അന്നേരം ദാറ്റ്സ് വാട്ട് മലയാളി ഈസാണ്. മലയാളി അതാണെന്നുള്ള ഒരുപക്ഷെ പീക്കോയരും ഞെട്ടും. അതെ, ഇത്രയും വലിയൊരു ചെറിയ സമൂഹത്തിൽ, മലയാളം ഒരു സമൂഹത്തിൽ എന്നെ കേൾക്കാൻ ഇത്രയും പേരുണ്ടോ, ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും. അല്ല, അതാണ് ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ഇപ്പം കിരൺ ദേശായി, എനിക്കൊന്ന് കിരൺ ദേശായിയെ അറിയാവുന്നവർ, അനിത ദേശായിയെ അറിയാവുന്നവരുണ്ട്. അതില്ലാതെ കിരൺ ദേശായി ഇൻഡിപെൻഡന്റ് ആയിട്ട് അറിയാവുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ കിരൺ ദേശായിക്ക് ഒരു ഫാൻഫെയർ ഇതുണ്ട്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പം ഈ ഏരിയയിൽ ഒന്നുമില്ലാത്ത ബിസിനസിന്റെ ഏരിയയിൽ നിന്ന് സംസാരിക്കുന്ന ഇന്ദിരാനൂയി കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒരു ഏതാണ്ട് ഒരു നല്ലൊരു സമൂഹം തയ്യാറായി കഴിഞ്ഞു. അത് ബാംഗ്ലൂര്, ചെന്നൈ, ഒബിയസ്ലി കുറെ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സിറ്റീസ് കുറെ അധികം കൂടുതൽ ബിസിനസ്സുകാരും ഒക്കെ കാണുമെന്ന് വിചാരിക്കാം. പക്ഷെ അത് ഉൾപ്പെടെയുള്ളവര് ഈ ഞാൻ പറയുന്നേരം നമ്മുടെ ഒരു മയോപിക് വ്യൂ അല്ല ഒരു സാധാരണ. ഞാൻ എപ്പോഴും നമ്മുടെ പുസ്തകശാല വയ്ക്കുന്നവരോട് പറയുന്നൊരു കാര്യമുണ്ട്, വി ആർ ലെസ് ഇന്റലിജന്റ് ഓർ വി ആർ ലെസ് വെൽ ഇൻഫോംഡ് ദാൻ ദ ബയോ ഹു കംസ്. നമ്മൾ അവിടെ വരുന്ന വായനക്കാരനേക്കാളും ലെസ് ഇൻഫോംഡ് ആണ് നമ്മൾ. അല്ല, ഞാൻ അത് കാരണം അത്രയും വളരെ ഇതിൽ നിന്നുകൊണ്ടാണ് ഒരു വായനക്കാരൻ പലപ്പോഴും ഓരോ പുസ്തകത്തിൽ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസാധകരുള്ളൊരു ചെറിയ സമൂഹം കൂടി കേരളമായിരിക്കും. ആ ചെറിയ മനുഷ്യർക്ക് പ്രസാധനം എന്ന് പറയുന്ന ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു ഇടപെടേണ്ട, ഒരു കൾച്ചറലായിട്ടും വ്യാപാരമായിട്ടും ഇടപെടേണ്ട ഒരു സാധ്യതയാണെന്നുള്ളൊരു ആധികാരികത കൊടുത്തില്ല. അവർക്ക് അങ്ങനെ ഒരു ധൈര്യം പകർന്നത് DC ബുക്സാണ്. അതുകൂടി ഒരു വലിയ ഒരുപാട് മനുഷ്യർ ഇന്ന് ആ ഒരു വ്യവസായത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ഏണിങ്സിനായിട്ട് പ്രസാധനം ഒന്ന് കൊണ്ടുനടത്തുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രസാധകർ വരുന്നുണ്ട്. അവർക്ക് ആ ഒരു ആത്മവിശ്വാസം കൊടുത്തതിന്റെ പേര് കൂടിയാണ് DC ബുക്സ്. മറിച്ച് അവർ തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ അവിടെ നിൽക്കട്ടെ, അതുകൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു കേരളത്തിന്റെ കൾച്ചറൽ വൈബിനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുക. മലയാളിയുടെ വായനയെ ഒരുപക്ഷെ ലോകം മുഴുവൻ വായനയിൽ നിന്ന് മാറുമ്പോഴും ഇതാ മലയാളി ഇവിടെ വായിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ മലയാളി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ DC ബുക്സിന് താങ്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുധീർ. അപ്രസന്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചലഞ്ചിങ് ആയിരുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും ഉണ്ടായത്.